Good afternoon, sir. Yes, good afternoon, Jisna. Okay, let us start. ആരംഭിച്ചാലോ? Okay, Alaga, good afternoon. Let us start. Yes, sir. Okay, very good, very good. Okay, Alaga. Okay, Jisna. Yes. അപ്പൊ നമ്മൾ പാർട്ടിസിപ്പിളിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പാർട്ടിസിപ്പിൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇന്ന് നമ്മൾ അടുത്ത ഒരു യൂണിറ്റിലേക്ക്, അതായത് റൈറ്റിംഗിൽ നമ്മൾ ഉപയോഗിക്കുന്ന അടുത്ത ഒരു സംഗതിയിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അത് യൂണിറ്റ് നമ്പർ 5 ആണ്. യൂണിറ്റ് നമ്പർ 5 ആർട്ടിക്കിൾ ആൻഡ് കോൺകോഡ്. യൂണിറ്റ് നമ്പർ 5 ആർട്ടിക്കിൾ എന്ന് പറയുന്നതിലേക്ക് നമ്മൾ കിടക്കുകയാണ്. യെസ്. അപ്പൊ അതിലെ കോൺകോഡ് അവിടെ നിൽക്കട്ടെ, നമുക്ക് ആദ്യം ആർട്ടിക്കിളിലേക്ക് വരാം. യെസ്. ഇംഗ്ലീഷില് ആർട്ടിക്കിളിനെ രണ്ടായിട്ട് നമുക്ക് വിഭജിക്കാം. ഒന്നിനെ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ നിന്നും അടുത്ത് തന്നെ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറയും. One is called definite article, next is called indefinite article. അതില് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്താണെന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അത് അവിടെ നിൽക്കട്ടെ. അപ്പൊ നമുക്ക് തൽക്കാലം ഡെഫിനിറ്റ് ആർട്ടിക്കിളിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അതിന്റെ ഉപയോഗത്തെ കുറിച്ച് പ്രധാനമായിട്ടുള്ള ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ള ഉപയോഗങ്ങളെ കുറിച്ചും നമുക്കൊന്ന് നോക്കാം. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ഇപ്പോ ഞാൻ പറഞ്ഞത് ക്രോഡീകരിച്ചു. ആർട്ടിക്കിളിനെ that can be grouped into two, definite article and indefinite article. അതില് ഡെഫിനിറ്റ് ആർട്ടിക്കിളിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ആ ഡെഫിനിറ്റ് ആർട്ടിക്കിളിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന വേർഡാണ് THED എന്ന് പറയുന്ന വേർഡ്. ഇത് എവിടെയെല്ലാമാണ് ഉപയോഗിക്കുന്നത്, പ്രധാനമായിട്ട് എന്താണ് അതിന്റെ ഉപയോഗം, ഇതാണ് നമ്മളിത് പറയുന്നത്. നമ്മളെന്ത് പറയുമ്പോൾ ദ മാൻ, ദ ഗേൾ, ദ ബോയ്. അപ്പൊ അവിടെ ദി ചേർക്കാനുള്ള കാരണം എന്താണ്, ഇതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. യെസ്. ഓക്കെ. അപ്പൊ ഇന്നത്തെ ടീച്ചറിന്റെ ക്ലാസ് ആയിരുന്നു അല്ലേ? യെസ്. ആ ഓക്കെ 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 ഓക്കെ. യെസ്. ടീച്ചറിന്റെ എന്തൊരു വലിയ പേരിലാണ് ഇംഗ്ലീഷ് ക്ലാസ് ആയിട്ട് മാറിയത്. യെസ്. ഓക്കെ. അപ്പൊ നമുക്ക് പറയാം, നമുക്ക് ഒരു നൗൺ, അതൊരു പേര്, ഇപ്പൊ ഗേൾ, ലേഡി, അതിന്റെ പ്ലൂറലാണ് ഗേൾസ്, ലേഡീസ്, ബുക്ക്, ബുക്സ്, ബോയ്, ബോയ്സ്. അപ്പൊ ഒരു നൗണിനെ നമുക്ക് സിംഗുലർ എന്നും പറയാം, പ്ലൂറൽ എന്നും പറയാം. അപ്പൊ സിംഗുലർ ആയിട്ടുള്ള നൗണിന്റെ കൂടെയും പ്ലൂറൽ ആയിട്ടുള്ള നൗണിന്റെ കൂടെയും ദി എന്ന് പറയുന്ന ആർട്ടിക്കിൾ വരും. അതൊരു കോമൺ ആയിട്ട് നമ്മളത് മനസ്സിലാക്കിയിരിക്കാം. നമ്മൾ അതിനകത്തോട് കടന്നിട്ടില്ല. ദി എന്ന് പറയുന്ന ആർട്ടിക്കിള് സിംഗുലറിന്റെ കൂടെയും വരും, പ്ലൂറലിന്റെ കൂടെ. ദ ബോയ് എന്ന് പറയാറുണ്ട്, ദ ബോയ്സ് എന്ന് പറയാറുണ്ട്. ദ ലേഡി എന്ന് പറയാറുണ്ട്, ദ ലേഡീസ് എന്ന് പറയാറുണ്ട്. ദ ഗേൾ എന്ന് പറയാറുണ്ട്, ദ ഗേൾസ് എന്ന് പറയാറുണ്ട്. അപ്പൊ സിംഗുലറിന്റെ കൂടെയും ഇത് വരുന്നു, പ്ലൂറലിന്റെ കൂടെയും ഇത് വരുന്നു. ആ ഒരു കാര്യം നമ്മൾ കോമൺ ആയിട്ട് മനസ്സിലാക്കി. യെസ്. ഇനി നമ്മൾ ഇതിന്റെ ആർട്ടിക്കിളിന്റെ, ഡെഫിനിറ്റ് ആർട്ടിക്കിളിന്റെ ഒരു ഉപയോഗത്തെ കുറിച്ച് പറയുന്നത്, ഇറ്റ് ഈസ് യൂസ്ഡ് ടു സ്പെസിഫൈ ഓർ ടു പർട്ടിക്കുലറൈസ് എ തിങ്. അതായത് ഏതെങ്കിലും ഒരു സംഗതി, അതൊരു പക്ഷേ ഒരു വ്യക്തിയാവാം, അല്ലെങ്കിൽ ഒരു സംഭവമാവാം, അല്ലെങ്കിൽ ഒരു സ്ഥലത്തിന്റെ പേരാവാം, ഒരു വ്യക്തിയുടെ നൗൺ, എന്തെങ്കിലും ഒരു സംഗതി,
അതിനെ ഒന്നുകൂടി ഒന്ന് എടുത്തു പറയാൻ വേണ്ടിയിട്ട്, ഇതൊന്ന് പർട്ടിക്കുലറൈസ്, സാധാരണഗതിയിലുള്ളതല്ല, ഇത് വ്യത്യസ്തമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ദി എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ ദി ആർട്ടിക്കിൾ ഈസ് യൂസ്ഡ് ടു പർട്ടിക്കുലറൈസ് ഓർ ടു സ്പെസിഫൈ സംതിങ്. എന്തെങ്കിലും ഒരു സംഗതിയെ ഒന്ന് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദി എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നതിന്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത്. ദി ഈസ് യൂസ്ഡ് ടു പർട്ടിക്കുലറൈസ്. അപ്പൊ നമുക്ക് നോക്കുമ്പോൾ പറയാം, ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. ദിസ് ഈസ് എ ബോയ്. ദിസ് ഈസ് എ ബോയ്. ഇതൊരു ആൺകുട്ടിയാണ്. ദിസ് ഈസ് എ ബോയ് എന്നാ പറഞ്ഞിരിക്കുന്നത്. ഒരു ആൺകുട്ടിയാണ്. അപ്പൊ ഒരു ആൺകുട്ടിയെ കണ്ടു. അപ്പോ നമ്മൾ അവരെ നോക്കിയിട്ട് പറയാണ് ദിസ് ഈസ് എ ബോയ്. ഇതൊരു ആൺകുട്ടിയാണ്. പക്ഷെ ആ ആൺകുട്ടി സാധാരണഗതിയിലുള്ള ആൺകുട്ടിയല്ല. ഈ കുട്ടിക്കാണ് ഫുൾ എ പ്ലസ് കിട്ടിയത് കേട്ടോ. അപ്പൊ നമ്മൾ എടുത്തു പറയുമ്പോൾ അങ്ങനെ നമുക്ക് എങ്ങനെ പറയാം, ദിസ് ഈസ് ദ ബോയ്. അവിടെ ഏതുള്ളത് മാറി, പർട്ടിക്കുലറൈസ് ചെയ്ത് പറയുന്നത് ദിസ് ഈസ് ദ ബോയ് ഹു ഗോട്ട് ഫുൾ എ പ്ലസ്. ആർക്കാണോ ഫുൾ എ പ്ലസ് കിട്ടിയത് ആ കുട്ടി ഇതാണ് കേട്ടോ. അവിടെ നമ്മൾ ആ കുട്ടിയെ അങ്ങോട്ട് ഇതൊരു കുട്ടി എന്ന് പറയില്ല, പൊതുവായിട്ട് പറയണമല്ല. ഈ കുട്ടിക്കാണ് എന്ത് കിട്ടിയത്, ഫുൾ എ പ്ലസ് കിട്ടിയത്. അപ്പൊ അവിടെ എ ബോയ് എന്നുള്ളത് മാറ്റിയിട്ട് എന്ത് പറയണം, ദിസ് ഈസ് ദ ബോയ് ഹു ഗോട്ട് ഫുൾ എ പ്ലസ്. ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടി ഇതാണ്. അത് തന്നെ നമുക്ക് വേണമെങ്കിൽ വേറെ രീതിയിലും പറയാം. ദിസ് ഈസ് ദ ബോയ് ഹു കെയിം ഹിയർ യെസ്റ്റർഡേ. ഇന്നലെ ഇവിടെ വന്നതായ ഒരു ആൺകുട്ടിയില്ലേ, അത് ഇതാണ്. അപ്പൊ എല്ലാ കുട്ടികളെ കുറിച്ചാണ് പറയുന്നത്. പർട്ടിക്കുലറൈസ് ചെയ്യണം. എന്താണ്, ദി ബോയ് ഹു കെയിം ഹിയർ യെസ്റ്റർഡേ. ഇന്നലെ ഇവിടെ വന്നതായ കുട്ടി. അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തിയെ, അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം ദ ഫുഡ്, ഭക്ഷണം. അത് നമ്മൾ എടുത്തു ദ ഫുഡ്, വെറുതെ ഫുഡ് എന്നല്ല പറയുന്നത്. ദ ഫുഡ് പ്രിപ്പയർഡ് ബൈ യുവർ മദർ ഈസ് ദിസ്. നിന്റെ അമ്മ പാചകം ചെയ്തതായ ഫുഡില്ലേ അല്ല, എടുത്തു പറയാം. എല്ലാ ഫുഡും അല്ല, ആ ഫുഡിനെ നമ്മൾ സ്പെസിഫൈ ചെയ്യണം. ദ ഫുഡ് ഈസ് പ്രിപ്പയർഡ് ബൈ യുവർ മദർ. ഇവിടെ ധാരാളം ഫുഡ് ഇരിപ്പുണ്ട്, പക്ഷെ ഇതിനകത്ത് ദ ഫുഡ് പ്രിപ്പയർഡ് ബൈ യുവർ മദർ ഈസ് ദിസ്. ആ നിന്റെ അമ്മ പ്രിപ്പയർ ചെയ്ത ഫുഡ് ഇതാണ്. നമുക്കറിയാം. പുസ്തകങ്ങൾ, അത് വളരെ ഉപകാരപ്രദമാണ്. അപ്പൊ നമുക്ക് കോമൺ ആയിട്ട് പറയാം, ബുക്സ് ആർ യൂസ്ഫുൾ. ബുക്ക് ഉപകാരപ്രദമാണ്. അപ്പൊ നമുക്ക് കോമൺ ആയിട്ട് പറയാം, ബുക്സ് ആർ യൂസ്ഫുൾ. നമ്മൾ അതിൽ തന്നെ ഒന്നുകൂടി ഒന്ന് ആ ബുക്കിൽ നമ്മൾ വെറുതെ കോമൺ, ബുക്ക് ഉപകാരപ്രദമാണ്, കോമൺ ആയിട്ട് പറയുന്ന കാര്യം. നമ്മൾ ആ ബുക്കുകൾ വിശേഷിപ്പിക്കുകയാണ്. APJ അബ്ദുൽ കലാം എഴുതിയ ബുക്കുകൾ വളരെ ഉപകാരപ്രദമാണ്. അപ്പൊ നമ്മൾ എടുത്തു പറയണം, എല്ലാ ബുക്കും അല്ല, APJ അബ്ദുൽ കലാം എഴുതിയ ബുക്ക്. അപ്പൊ നമുക്ക് എന്താ പറയാം, ദ ബുക്സ് റിട്ടൺ ബൈ APJ അബ്ദുൽ കലാം ആർ ഗുഡ്, ആർ വെരി യൂസ്ഫുൾ. ദ ബുക്സ് എന്ന് പറയുന്നത് അത് നമ്മൾ എടുത്തു പറയുക. അല്ലെങ്കിൽ കോമൺ ആയിട്ട് ബുക്ക് ഉപകാരപ്രദമാണ്, ബുക്സ് ആർ യൂസ്ഫുൾ എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ നമ്മൾ APJ അബ്ദുൽ കലാം എഴുതിയ ബുക്കുകൾ, ദ ബുക്സ് റിട്ടൺ ബൈ APJ അബ്ദുൽ കലാം ആർ യൂസ്ഫുൾ. അതെങ്ങനെയുള്ളതാണ്, അത് വളരെ ഉപകാരപ്രദമാണ്. യെസ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ദി എന്ന് പറയുന്ന ആർട്ടിക്കിൾ അത് നമ്മൾ ഉപയോഗിക്കുന്നത് ടു പർട്ടിക്കുലറൈസ്. നിങ്ങളോട് നിങ്ങളുടെ ഭർത്താവ് ചോദിക്കുകയാണ്, എന്താണ് ഇന്നത്തെ ഭക്ഷണം? അപ്പൊ എല്ലാ ദിവസവും നിങ്ങൾ വൈകുന്നേരം ഉണ്ടാക്കുന്ന ഭക്ഷണം ചപ്പാത്തിയാന്ന് വിചാരിക്കും. പക്ഷെ അന്നൊരു പ്രത്യേക ചപ്പാത്തി ഉണ്ടാക്കിയേക്കുന്നത്. അപ്പൊ അവിടെ ദി പറയണം, ദി ചപ്പാത്തി. അപ്പൊ ആ ദി എന്ന് പറയുന്ന ഒരു വേർഡ് അവിടെ വരുമ്പോ ഇംഗ്ലീഷ് അറിയാവുന്ന ഭർത്താവിൽ മനസ്സിലാക്കണം, ഇത് എല്ലാ ദിവസവും ചപ്പാത്തി അല്ല, വേറെ ഒരു പ്രത്യേകത ഉണ്ട്. ദി ചപ്പാത്തി പ്രിപ്പയർഡ്, വേറെ ഒരു കാര്യം പറയാം, ഏത് രീതിയിലാണ് പ്രിപ്പയർ ചെയ്തത്, വിത്ത് ഹോട്ട് വാട്ടർ ഓൺലി, ചൂടുവെള്ളം ഉപയോഗിച്ച് മാത്രം പ്രിപ്പയർ ചെയ്തേക്കണ ഒരു ചപ്പാത്തി. യെസ്. ദ ചപ്പാത്തി പ്രിപ്പയർഡ് വിത്തൗട്ട് യൂസിങ് ഓയിൽ. യെസ് കേട്ടാ, അത് നമ്മൾ എടുത്തു പറയണം. രാവിലെ എന്താണ്, അപ്പൊ പുട്ടാണ്. അപ്പൊ പുട്ട് എന്നുള്ളത് സ്റ്റീം കേക്ക് എന്ന് പറയുന്നത്, സ്റ്റീം കേക്ക്.
അപ്പോ പുട്ട് അല്ലെങ്കിൽ നമുക്ക് പുട്ട് തന്നെ പറഞ്ഞിരിക്കും പുട്ടെ, മലയാളം വീട് തന്നെ പറഞ്ഞു. പക്ഷെ അന്ന് ഉണ്ടാക്കിയ പുട്ടിന് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് പറയണം? ദി പുട്ട്. ഇന്നുണ്ടെങ്കിൽ ദി പുട്ട് എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകത പറയണം, പർട്ടിക്കുലറൈസ് ചെയ്യണം. യെസ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു സംഗതിയെ ഒരു അത് വേണമെങ്കിൽ ഒരു വ്യക്തിയെ ആവാം, ഒരു ഇൻസിഡന്റ് ആവാം, ഒരു സ്ഥലത്തിന്റെ പേരാവാം. യെസ്. അങ്ങനെ എന്തെങ്കിലും ഒരു സംഗതിയെ എടുത്തു പറയുകയാണെങ്കിൽ അവിടെയെല്ലാം നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? ദി എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കും. ഓക്കെ. ഇനി ജിസ്ന റിജോ, ആ ദി വെച്ച് വരുന്ന ഒരു സെന്റൻസ് ഒന്ന് പറഞ്ഞേ, എന്തെങ്കിലും ഒരു സംഗതി. The car is mine. The car is mine എന്ന് പറയുമ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് വരും. The car is mine, അല്ലെങ്കിൽ this is my car എന്ന് പറയും. അപ്പൊ അത് തന്നെ ഒന്നുകൂടി ഈ കാറാണ് എന്റെ ഭർത്താവ് വാങ്ങിച്ചത് എന്ന് പറഞ്ഞു. The car my husband bought. ഓക്കെ, അത് നമുക്ക് ഒന്നുകൂടി എഡിറ്റ് ചെയ്യാം. ഓക്കെ, ഇതാണ് ആ കാറ്. ദിസ് ഈസ് ദ കാർ. പേജ് നമ്പർ ഒന്ന് പറയാമോ? ആരെങ്കിലും പേജ് നമ്പർ? എന്റെ അടുത്ത് പേജ് നമ്പർ ഇല്ലാത്ത പേജ് നമ്പർ പറഞ്ഞു കൊടുത്ത്. ആർട്ടിക്കിൾ ആണ് 59. യെസ്. ഓക്കെ. യെസ്. അപ്പൊ നമ്മൾ പറയുന്നത് ദിസ് ഈസ് ദി കാർ, ഇതാണ് ആ കാർ എന്റെ ഭർത്താവ് വാങ്ങിച്ചതായ. അല്ല, ആ ആയ എന്നർത്ഥം വന്നില്ലേ, അതിന് ഒരു റിലേറ്റീവ് പ്രോനൗൺ അവിടെ ചേർക്കണം. ആയ, അതായത് ജീവനുള്ള വസ്തുക്കളുടെ കൂടെയാണ് ആയ എന്ന് വരുന്നതെങ്കിൽ ഹൂ എന്ന് ചേർക്കും. ജീവനില്ലാത്ത വസ്തുക്കളുടെ കൂടെയാണെങ്കിൽ വിച്ച് എന്ന് ചേർക്കും. ഇത് നമ്മള് റിലേറ്റീവ് പ്രോനൗൺ എന്ന് പറയുന്ന ഒരു സംഗതി വേണ്ട സമയത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ തൽക്കാലം ഇത്ര മനസ്സിലാക്കിയിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതാണ് ആ കുട്ടി ഫുൾ A+ കിട്ടിയതായ കുട്ടി. ഓക്കെ, ദിസ് ഈസ് ദ ബോയ് ഹൂ ഗോട്ട് ഫുൾ A+. അവിടെ ഹൂ ആണ് ചേർത്തത്. ഫുൾ A+ കിട്ടിയതായ, ആ ആയ എന്നർത്ഥം വരൂലേ, അവിടെ ഹൂ എന്ന്. കാരണം കുട്ടി എന്ന് പറയുമ്പോൾ എന്തുണ്ട്? ജീവനുണ്ട്. പക്ഷെ നമ്മൾ പറയണേ, ഇന്നലെ എന്റെ ഭർത്താവ് കൊണ്ടുവന്ന പച്ചക്കറികൾ മോശമായിരുന്നു. എന്റെ ഭർത്താവ് ഇന്നലെ കൊണ്ടുവന്നതായ പച്ചക്കറികൾ മോശമായിരുന്നു. പച്ചക്കറിക്ക് ജീവനില്ല. അപ്പൊ അതുകൊണ്ട് അവിടെ ഹൂ ചേർത്ത തെറ്റാണ്, അവിടെ പിച്ച് ചേർക്കണം. അപ്പൊ അത് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ദ വെജിറ്റബിൾസ് വിച്ച് മൈ ഹസ്ബൻഡ് ബ്രോട്ട് യെസ്റ്റർഡേ. ഇന്നലെ എന്റെ ഭർത്താവ് കൊണ്ടുവന്നതായ പച്ചക്കറി. കണ്ട, ആ ആയ എന്ന അർത്ഥത്തിൽ വിച്ച് ഉപയോഗിക്കും. ദ വെജിറ്റബിൾസ് വിച്ച് മൈ ഹസ്ബൻഡ് ബ്രോട്ട് യെസ്റ്റർഡേ were very bad, വളരെ മോശമായി. യെസ്. സാധാരണഗതിയിൽ ഹൂ എന്ന് പറയുന്ന വേർഡിനെ ആര് എന്ന് നിങ്ങൾ വിചാരിക്കും, വിച്ച് എന്ന് പറയുന്ന വേർഡിനെ ഏത് എന്ന് വിചാരിക്കും. പക്ഷെ ഇത് കൂടാതെ ഈ രണ്ട് സിറ്റുവേഷനിലും ഇതേ വാക്കുകൾ ഉപയോഗിക്കും. അവിടെ ഒരു ആയ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വേർഡാണ് ഈ വിച്ചും ഹൂവും. അതുകൊണ്ട് ഞാനിവിടെ നേരത്തെ ജിസ്നെ വിച്ച് ഉപയോഗിക്കാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. നമുക്കത് പഠിക്കാനായിട്ടൊരു യൂണിറ്റ് ഉണ്ട്, റിലേറ്റീവ് പ്രോനൗൺ എന്ന് പറയുന്ന സംഗതി വരും. അവിടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇതിപ്പോ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഈ സെന്റൻസ് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഓക്കെ, അപ്പൊ ജിസ്നെ പറഞ്ഞ് നമുക്ക് ഒന്നുകൂടി ഭംഗിയായിട്ട് പറയാം. ദിസ് ഈസ് ദ കാർ വിച്ച് മൈ ഹസ്ബൻഡ് ബോട്ട്. ബൈ വാങ്ങുക എന്റെ പേഴ്സൺസ് ആണ്, ബോട്ട് എന്റെ ഭർത്താവ് വാങ്ങിയതായ കാർ. കണ്ട, അത് ഇതാണ്. അപ്പൊ അത് എടുത്തു പറയണം. ഇഷ്ടംപോലെ കാറുകൾ കിടപ്പുണ്ട്. ദിസ് ഇസ് ദ കാർ. ഒരെണ്ണം കാണിച്ചാൽ ദിസ് ഇസ് ദ കാർ വിച്ച് മൈ ഹസ്ബൻഡ് ബോട്ട്. ഇത് എന്റെ ഭർത്താവ് വാങ്ങിച്ച കാർ. ഓക്കെ. ഇനി ആർക്കെങ്കിലും പറയാം ഇതേപോലെ ദീ വരുന്ന ഒരു സംഗതി. ഇത് തെറ്റിക്കഴിഞ്ഞു കുഴപ്പമൊന്നും നിങ്ങൾ പറയാം. Sir, the bike is ready to sell. The bike is ready to sell. Okay. Correct. Okay. Yes. ഇനി അടുത്തത്. Sir, the picture drawn by Raja Ravivarma is very amazing. Correct ആണ്. Very good, Rashmi. And the picture drawn by Raja Ravivarma is very amazing. Very good. എല്ലാ ചിത്രങ്ങളും അമേസിംഗ് എന്നല്ല പറയുന്നത്, രാജ രവിവർമ്മ വരച്ച ചിത്രങ്ങൾ. രശ്മി പറയും, രാജ രവിവർമ്മയുടെ വിശ്വപ്രസിദ്ധമായ ഒന്ന് രണ്ട് ചിത്രങ്ങളുടെ പേര് പറഞ്ഞു. ദമയന്തിയും ഹംസവും. ഹംസവും ദമയന്തിയും. Yes. Okay. Very good. Yes. Okay.
യെസ്. പറഞ്ഞോളൂ. നേരത്തെ രശ്മിയുടെ ഒപ്പം തന്നെ വന്ന ഒരാളുണ്ടായിരുന്നല്ലോ. പറഞ്ഞോളൂ ആളൊക്കെ പറഞ്ഞോളൂ. The sun rises in the east. ഓക്കെ. ആ സംഗതി നമുക്ക് വരാം. അത് നമുക്ക് വേറൊരു നിയമത്തിന്റെ കീഴിൽ വരുമ്പോഴാണ് കേട്ടോ. അത് ആളൊക്കെ പറഞ്ഞ കറക്റ്റ് ആണ്. അത് നമുക്ക് തൊട്ട് രണ്ടെണ്ണോടി പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കുറിച്ച് പറയാൻ പോവുകയാണ്. അത് വേറെ അത് നമ്മൾ കോമൺ ആയിട്ടുള്ള കാര്യമല്ല. അങ്ങനെ പറയാതെ പർട്ടിക്കുലറൈസ് ചെയ്യും എന്നുള്ള സംഗതി എടുത്തു പറയും. Yes, the weather is bad today. എല്ലാ ദിവസത്തെ കാലാവസ്ഥ, ഇന്നത്തെ കാലാവസ്ഥ is very bad today. Yes, okay. Yes. പിന്നെ നിങ്ങളൊരു സിനിമ കണ്ടു. ആ സിനിമയെ കുറിച്ച് പറയാൻ the film which I saw, which I watched on TV. ഞാൻ ടിവിയിൽ കണ്ടതായ സിനിമ is very interesting. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നിങ്ങൾ പറയാം is very interesting. അങ്ങനെ നിങ്ങൾക്ക് എടുത്തു പറയാവുന്ന കാര്യങ്ങൾ. ഒരാളെ കണ്ടു. The man whom I met in the party. ഇന്ന് ഞാൻ പാർട്ടിയിൽ കണ്ടതായ ആ ആള് is very handsome. അത് നല്ല സുന്ദരനായി കേട്ടോ. അപ്പൊ എല്ലാവരെയും കുറിച്ചല്ല പറയുന്നത്. ഇന്ന് ഞാൻ കണ്ട ഒരാള്, പാർട്ടിയിൽ പരിചയപ്പെട്ട ഒരാൾ. അങ്ങനെ സംതിങ് പർട്ടിക്കുലറൈസ് എന്തെങ്കിലും പറഞ്ഞു. The book which I am reading is interesting. Very correct. The book which I am reading is interesting. The clock which was gifted by my friend. Okay. അതിന്റെ കൂടെ ഒരു വാക്കുകൂടി ചേർക്കാം. ഈസ് വെരി ഗുഡ് എന്നോ അല്ലെങ്കിൽ ഈസ് അമേസിംഗ് എന്നോ ഈസ് വിത്ത് അങ്ങനെയൊക്കെ നമുക്ക് കൂടി ചേർക്കാം. ശാലിനി അത് നമുക്ക് ഉപയോഗിക്കാം. അത് നമുക്ക് വേറൊരു നിയമമാണ് അതിൻ്റെ അത് വരുന്നത്. നമുക്ക് പർട്ടിക്കുലറൈസ് അല്ല, അത് നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു കാര്യമല്ലേ. അത് നമുക്ക് വരുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് അടുത്ത് നമുക്ക് നോക്കാം. നേരത്തെ ആളുകൾ ആദ്യം പറഞ്ഞത് അതേ എക്സാമ്പിൾ ആണ്. ഓക്കെ, സെറ്റ്സ് എന്നുള്ളതിന് പകരം റൈസസ് എന്ന് മാത്രം. ഓക്കെ നമുക്ക് വരുന്നുണ്ട്. യെസ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതായത് എന്താണ് ദിയുടെ ഉപയോഗം എന്നുള്ളത് മനസ്സിലായി. എന്താണ് ഇവിടുത്തെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു പർട്ടിക്കുലറൈസ്. ഓക്കെ, പറഞ്ഞ കറക്റ്റ് ആണ്. ദ കേക്ക് പ്രിപ്പയർഡ് ബൈ മൈ സിസ്റ്റർ ഈസ് വെരി ഡെലിഷ്യസ്. വെരി ഗുഡ്. അപ്പൊ എല്ലാ കേക്കും അല്ല, എന്റെ സിസ്റ്റർ പ്രിപ്പയർ ചെയ്ത കേക്കാണ്. ദ കേക്ക് പ്രിപ്പയർഡ് ബൈ മൈ സിസ്റ്റർ ഈസ് ഡെലിഷ്യസ്. വെരി ഗുഡ്. ഓക്കെ, നല്ല വാചകമാണ്. അപ്പൊ നിങ്ങൾക്ക് പിടികിട്ടിയാലോ. അപ്പൊ പിടികിട്ടിയ സ്ഥിതിക്ക് നമുക്ക് അടുത്തോട്ട് കിടക്കാം. പിന്നെ അത് പരീക്ഷയ്ക്ക് ചോദ്യം വരുമ്പോൾ എങ്ങനെ വരും എന്ന് പറഞ്ഞത്, ദിസ് ഈസ് ഡാഷ് ബോയ് ഹൂ കെയിം ഹിയർ യെസ്റ്റർഡേ. അടിയിൽ എ ഉണ്ടാവും, ആൻ ഉണ്ടാവും, ദി ഉണ്ടാവും. എന്താണോ അവിടെ വെച്ച് പൂരിപ്പിക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് നോക്കണം, ഹൂ കെയിം ഹിയർ യെസ്റ്റർഡേ, ഇന്നലെ ഇവിടെ വന്ന കുട്ടിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അവിടെ ദി ഉണ്ട്. എടുത്ത് പറയണത് പർട്ടിക്കുലറൈസേഷൻ. അപ്പൊ അവിടെ ദിസ് ഈസ് ദ ബോയ്. ഇങ്ങനെയായിരിക്കും ഇതിന്റെ ചോദ്യങ്ങൾ വരുന്നത്. ഓക്കെ, അപ്പൊ ഒരു ഉപയോഗം നമ്മൾ പറഞ്ഞത് ടു പർട്ടിക്കുലറൈസ്. ഓക്കെ. ഇനി രണ്ടാമത്തെ ഉപയോഗം നമ്മൾ പറയുന്നത് ഓക്കെ ജിസ്ന, വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. സ്പെഷ്യലി പ്രിപ്പയർഡ് ഫോർ യു. ഓക്കെ. യെസ്. ഇനി രണ്ടാമത്തെ ഉപയോഗം നമ്മൾ പറയുന്നത് നേരത്തെ അളക പറഞ്ഞതും ശാലിനി പറഞ്ഞതുമായിട്ടുള്ള സംഗതികൾ. ഈ പ്രപഞ്ചത്തില് ഒരെണ്ണം മാത്രമായിട്ടുള്ള സംഗതികളില്ല. നേരത്തെ പറഞ്ഞില്ല, സൂര്യൻ. അത് അമേരിക്കയിൽ പോയാലും ഇന്ത്യയിൽ വന്നാലും ബംഗ്ലാദേശിൽ പോയാലും ഒരു സൂര്യനേ ഉള്ളൂ. അങ്ങനെ നമ്മൾ യൂണിവേഴ്സില് ഒരെണ്ണമായിട്ട് കാണുന്ന സംഗതികളില്ലേ, അതിന്റെ പേരിന്റെ മുന്നിൽ എപ്പോഴും ദീപം. അതാണ് അളക അവിടെ വരുന്ന നിയമം. നമ്മൾ പർട്ടിക്കുലറൈസേഷൻ അല്ല. അവിടെ നമ്മൾ ദി എന്ന് പറയാൻ കാരണം ഇതാണ്. ഇറ്റ് ഈസ് ദ യൂണിവേഴ്സൽ ട്രൂത്ത്. സനാതനമായിട്ടുള്ള ചില സത്യങ്ങളിൽ യൂണിവേഴ്സൽ ട്രൂത്ത്. ആ സനാതനമായിട്ടുള്ള സത്യങ്ങളെ നമ്മൾ ആ പേരുകൾ പറയുമ്പോൾ അവിടെ എല്ലാം എന്താ പറയും, ദി എന്ന് പറയും. അപ്പൊ ദി സൺ എന്ന് പറയാം. ദി സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. സൂര്യൻ കിഴക്ക് ഉദിക്കുന്നു. അപ്പൊ അവിടെ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണ്. കാരണം എന്താണ്, സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൺലി വൺ. അപ്പൊ ദി സൺ. അപ്പൊ പരീക്ഷയ്ക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻ വരുമ്പോ ഡാഷ് സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് എന്നായിരിക്കും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം,
നമ്മുടെ സൂര്യ ഇവൻ ഒരെണ്ണമുള്ള ഐറ്റമാണ്. അപ്പൊ ഇവിടെ ഏസ് ഉണ്ട്. ഒരു സൂര്യൻ കിഴക്കുദിക്കുന്നു എന്ന് പറയൂ? ഇല്ല. എന്താ പറയുള്ളൂ? ഇറ്റ് ഈസ് വൺ. ദിസ് സൺ റൈസസ്. അതുപോലെ തന്നെ നേരത്തെ ശാലിനി പറഞ്ഞത് പറയാം. ദിസ് സൺ സെറ്റ്സ് ഇൻ ദ വെസ്റ്റ്. സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കുന്നു. പക്ഷെ നമ്മളിതിനെ പറയുന്നതിനകത്തൊരു മിസ്റ്റേക്ക് ഉണ്ട്. സൂര്യൻ ഉദിക്കുന്നില്ല. സൂര്യൻ അവിടെ തന്നെ നിൽക്കുകയാണ്. സൂര്യനല്ല ഉദിക്കുന്നത്. സൂര്യൻ കിഴക്കുദിക്കുന്നതല്ല. സൂര്യൻ എവിടെയാണോ ഉദിക്കുന്നത് അതാണ് കിഴക്ക്. നമ്മൾ കിഴക്ക് ആണ് സൂര്യൻ ഉദിക്കുന്നത് എന്നാണ് പറയാം. ശരിക്കും അങ്ങനെയാണ്. സൂര്യൻ എവിടെയാണോ ഉദിക്കുന്നത് അതാണ് കിഴക്ക്. സൂര്യൻ കാണുന്നത്, ആദ്യം കാണുന്നത്. സൂര്യൻ അവിടെ നിൽക്കുകയും ഭൂമിയാണ് എന്ത് ചെയ്യുന്നത്? കറങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. ഓക്കെ, അത് വേറെ എവിടെയെങ്കിലും ഒക്കെ നിങ്ങൾ പറയുമ്പോ അത് ഒന്ന് വെറൈറ്റി ഒക്കെ അവതരിപ്പിക്കാൻ പറ്റും. പറഞ്ഞു. The Earth's rotation crosses day and night. ഓക്കെ. അല്ലെങ്കിൽ അത് നമുക്ക് വേണമെങ്കിൽ വേറെ രീതിയിലും പറയാം. ദ എർത്ത്, ഭൂമി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും സെയിം അല്ലേ? റൊട്ടേറ്റ്സ്. റൊട്ടേറ്റ് റൗണ്ട് ചെയ്യുന്നു, റിവോൾവ്. റൊട്ടേറ്റ്സ് ആരത്? സൂര്യനെ. അപ്പൊ ദ എർത്ത് rotates around the sun. Around this sun. ആ സണ്ണും ഒരെണ്ണുള്ളൂ, എർത്തും ഒരെണ്ണുള്ളൂ. അപ്പൊ this sun, the earth rotates around the sun. ഓക്കെ. ഇനി അങ്ങനെയുള്ള നിങ്ങൾക്കറിയാവുന്ന സംഗതികൾ പറയൂ. പ്രപഞ്ചത്തിൽ ഒരെണ്ണം ഉണ്ടാവും. സൂര്യനെ പോലെ തന്നെ വേറെ സംഗതിയല്ലേ? യെസ്, ചന്ദ്രനെ പിടിക്കും മക്കളെ. ഓക്കെ, അതിനെ പറയൂ ശാലിനി. ചന്ദ്രനെ വെച്ചിട്ട് വരാൻ പറയൂ. കറക്റ്റ് ചന്ദ്രനാണ്. യെസ്, ഞാൻ പറയലും ശാലിനി എഴുതലും സൈമൾട്ടേനിയസ് ആയിരുന്നു. ഓക്കെ, ചന്ദ്രനെ വെച്ചിട്ട് ഒരു സെന്റൻസ് അങ്ങോട്ട് പറയൂ. The moon shines at night. Okay. The moon shines at night. Okay. Correct. The moon. അപ്പൊ the moon എന്ന് പറയണം. അതുപോലെ the moon is always visible at night. Okay, very good. The moon is always visible at night. ചില ദിവസങ്ങളിൽ നമ്മൾ പകല് കാണാറുണ്ട്. യെസ്, ചെറിയ കുട്ടികളോട് ചോദിച്ചപ്പോൾ പകൽ സമയം. ഓക്കെ, നമുക്ക് അങ്ങോട്ട് വരുന്നുണ്ട് അളക. യെസ്, ഓക്കെ. അതൊക്കെ ശ്രമിക്കും. നമുക്ക് നദികളുടെ പേരിന്റെ വീട്ടിലേക്ക് വേറെ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞോളൂ. The stars are twinkling in the sky. Okay. The stars are twinkling in the sky. Twinkle little star. അല്ലേ? ഓക്കെ. നക്ഷത്രങ്ങൾ കോമൺ ആണ്. അപ്പൊ നമുക്ക് പറയാം മൂൺ, സൺ, പിന്നെ നമുക്ക് ഇവിടെ പറഞ്ഞു സ്റ്റാർസ്, പിന്നെ നമുക്ക് പറയാം ഇക്വേറ്റർ. ഇക്വേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമധ്യരേഖ എന്ന് പറയില്ലേ? അതെന്താണ്? ഒരെണ്ണല്ലേ ഉള്ളൂ. ഓക്കെ. യെസ്, ഓക്കെ. ബ്ലഡ് ഈസ് തിക്കർ ദാൻ വാട്ടർ. യെസ്. അടുത്തത് നമ്മൾ വേറൊരെണ്ണം പറയുന്നത്, ചില ബുക്കുകളുണ്ട്. ഇപ്പൊ ഇതിഹാസങ്ങളെ പോലെയുള്ള ബുക്കുകൾ, ഖുറാൻ അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ബുക്കുകളില്ലേ? ഖുറാൻ, ബൈബിൾ, രാമായണ, മഹാഭാരത. ഓക്കെ. ഷെൽട്ടൻ, ഇങ്ങനെയുള്ള സംഗതി ഇല്ലേ? ആ ബുക്കുകളുടെ പേരിന്റെ മുന്നിൽ എന്ന് വരും? ദി എന്ന് പറയുന്ന ആർട്ടിക്കിൾ വരും. ദ നെയിം ഓഫ് ദി ബുക്സ്. കേട്ടോ? അപ്പൊ നിങ്ങള് ഇപ്പൊ പറയുകയാണ്, ഐ റീഡ് ഡാഷ് ഖുറാൻ ഡെയിലി. ബ്രാക്കറ്റില് എ ഉണ്ട്, ആൻ ഉണ്ട്, ദി ഉണ്ട്. അവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കും? ദി ഉപയോഗിക്കുന്നു. കാരണം എന്താണ്? ദാറ്റ് ഈസ് ദി നെയിം ഓഫ് എ ബുക്ക്. ഓക്കെ. അപ്പൊ നമ്മൾ ഇപ്പൊ എന്തൊക്കെ നോക്കി? ടു സ്പെസിഫൈ, ഒരു പർട്ടിക്കുലറൈസ് ചെയ്ത് എടുത്തു പറയാൻ വേണ്ടിയിട്ട് ഒരു സംഗതി പറയുമ്പോൾ അവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? ദി ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞു, പിന്നെ നമ്മൾ സൂചിപ്പിച്ച് ഓക്കെ. ദ റെയിൻബോ. ഓക്കെ. ഷബീന കറക്റ്റ്, അത് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞു പ്രകൃതിയില്, നാച്ചുറല് ഒരെണ്ണമായിട്ട് കാണുന്നതിന്റെ മുന്നിൽ നമ്മൾ അത് ദി എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നു പറഞ്ഞു. പിന്നെ ബുക്കുകളുടെ മുന്നില് നെയിം ഓഫ് ദ ബുക്ക്, ബുക്കിന്റെ പേരിന്റെ മുന്നിൽ ഇത് ഉപയോഗിക്കുന്നു പറഞ്ഞു. ഈ പറഞ്ഞ
ദി എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നു പറഞ്ഞു. യെസ്, അപ്പൊ അത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സംഗതികൾ ചിലപ്പോ ഒരു മൃഗത്തിന്റെയോ എന്തിന്റെയോ എനിക്ക് പേരായിരിക്കും. ആ ഒരു പേര് കൊണ്ട് ആ ഒരു വർഗത്തെ മുഴുവൻ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു. ഒരു സംഗതിയല്ല, ആ ഒരു വർഗം മുഴുവൻ, അതിനെ മുഴുവൻ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? ദി എന്ന് പറയുന്ന ആർട്ടിക്കിൾ നമ്മൾ ഉപയോഗിക്കുന്നു. നമ്മളൊരു എക്സാമ്പിൾ പറയാം. നോക്കിയേ, നമുക്ക് പറയാം നായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു മൃഗമാണ്. അപ്പൊ നമുക്ക് പറയാം ഡോഗ് ഈസ് എ ഫെയ്ത്ത്ഫുൾ അനിമൽ. ഡോഗ് ഈസ് എ ഫെയ്ത്ത്ഫുൾ അനിമൽ. വളരെ ഉപകാരപ്രദമായിട്ടുള്ള ജീവിയാണ്, അല്ലെങ്കിൽ ഒരു അനിമലാണ് നായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ അത് പറയുന്നത് ലക്ഷ്മിയുടെ വീട്ടിൽ വളർത്തുന്ന നായനെ കുറിച്ചല്ല, അല്ലെങ്കിൽ ശാലിനിയുടെ വീട്ടിലുള്ള നായനെ കുറിച്ചല്ല, മറിച്ച് ലോകത്തെമ്പാടുമുള്ള സകല നായ്ക്കളെ കുറിച്ചുമാണ് നമ്മളത് പറയുന്നതെങ്കിൽ നമ്മൾ എന്ത് പറയണം? ദി ഡോഗ് എന്ന് പറയണം. അപ്പൊ അതിന്റെ അർത്ഥം ഒരു നായയല്ല, സകല ഡോഗ്സ് കേട്ടോ. ദ ഡോഗ് ഈസ് ഫെയ്ത്ത്ഫുൾ അനിമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ നായ്ക്കളും ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള ജീവിയാണ്. അപ്പോ ഈ ദി എന്ന് പറയുന്ന വേർഡ് കഴിഞ്ഞിട്ട് ഒരു സിംഗിൾ സബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ വേണമെങ്കിൽ അത് ഒരു വർഗത്തെ മുഴുവൻ, ഒരു റേസിന്, ഒരു വർഗത്തെ മുഴുവൻ ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് ദി എന്ന് പറയുന്ന ആർട്ടിക്കിൾ നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പൊ അടുത്തൊരു യൂസ് ആയിട്ട് പറയുന്നത് അതാണ്. നമ്മൾ പറയുകയാണ് എലിഫന്റ് ഈസ് ദ ലാർജസ്റ്റ് ലാൻഡ് അനിമൽ. എലിഫന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ മൃഗമാണ്, കരയിലെ ഏറ്റവും വലിയ മൃഗമാണ് എലിഫന്റ് നമ്മളൊക്കെ പറയുന്നത്. അത് നമ്മൾ ഒരു എലിഫന്റിനെ കുറിച്ച് പറയല്ല, കേശവൻ ചേട്ടൻ വളർത്തുന്ന വീട്ടിലെ ആനയെ കുറിച്ചല്ല പറയുന്നത്, മറിച്ച് ലോകത്തുള്ള എല്ലാ ആനകളെ കുറിച്ചും പറയുന്നത്. ദി എലിഫന്റ്. ദി എലിഫന്റ് ഇസ് ദ ലാർജസ്റ്റ് ലാൻഡ് അനിമൽ. ഏറ്റവും വലിയ കരയിലെ മൃഗം. അതൊരു വർഗത്തെ മുഴുവൻ ചിത്രീകരിക്കുന്നു. ഒരു വർഗത്തെ മുഴുവൻ ചിത്രീകരിക്കുമ്പോൾ അവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കാൻ സാധിക്കും? ദി എന്ന് പറയുന്ന ആർട്ടിക്കിൾ നമ്മൾ ഉപയോഗിക്കുന്നു ഒരു വർഗത്തെ മുഴുവൻ ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇവിടെ ഒരു എക്സെപ്ഷൻ എപ്പോഴും നോക്കണം. നമ്മൾ പറയാറില്ലേ, മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സാമൂഹ്യ ജീവിയാണ്. ഓക്കെ സുബിത, ഒരു സാമൂഹ്യ ജീവിയാണ്. യെസ്, അപ്പൊ നമുക്ക് പറയാം, അത് ഇംഗ്ലീഷിൽ പറഞ്ഞ ചേട്ടാ, മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ്. The human being is. ഓക്കെ. അപ്പൊ നമ്മൾ അത് ഉദ്ദേശിക്കുന്നത് ഒരു ഹ്യൂമണിനെ അല്ല, ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഒരു സാമൂഹ്യ ജീവിയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ അതൊരു സാമൂഹ്യ ജീവി എന്ന് പറയാൻ കാരണം? അതായത് നമുക്ക് വേറൊരാളെ ആശ്രയിക്കാതെ നിൽക്കാൻ പറ്റില്ല. നിങ്ങൾ ഉടുത്തിരിക്കുന്ന ഡ്രസ്സ് അത് നിങ്ങൾ ഉണ്ടാക്കിയതല്ലല്ലോ, നിങ്ങൾ പൈസ കൊടുത്തിട്ടുണ്ടാവുക. അത് വാങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു കടയിൽ പോയിട്ടുണ്ട്, അത് അവിടുന്ന് വാങ്ങി. ആ കടക്കാരൻ അത് വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു പക്ഷേ അഹമ്മദാബാദിലെ മില്ലിൽ പോയിട്ടുണ്ട്. അപ്പൊ അവിടെ തൊഴിലാളികളുണ്ട്. ഇങ്ങനെ കണക്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം, അത് നമ്മൾ ചോറ് കഴിച്ചു, അരി നമ്മൾ ഉണ്ടാക്കിയതല്ലല്ലോ. അപ്പൊ കുട്ടനാട്ടിലെയും പാലക്കാടെയും പാവപ്പെട്ട കർഷകരോട് നമ്മൾ ബന്ധപ്പെട്ടിരിക്കുന്നതിന് നമ്മൾ പൈസ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവരത് ഉണ്ടാക്കിയില്ലായിരുന്നു എങ്കിൽ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിലും നമുക്ക് ഈ സാധനം കിട്ടുമായിരുന്നു. അതുകൊണ്ടാണ് ജീവിത ചക്രത്തില് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ വേറെ ആളുകളെങ്കിലും നമ്മൾ ആശ്രയിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നവരുടെ പേര് ഇതുകൊണ്ട് നമ്മൾ പറയുന്നത് മാൻ ഈസ് എ സോഷ്യൽ. മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സാമൂഹ്യ ജീവിയാണ്. അപ്പൊ നിങ്ങളൊരു വിചാരിക്കും, ഒരു വർഗത്തെ മുഴുവൻ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ആർട്ടിക്കിൾ ദി ചേർത്ത് കഴിഞ്ഞാൽ വർഗം മുഴുവനാണ്. അപ്പൊ മാൻ ഈസ് എ സോഷ്യൽ അനിമൽ എന്ന് പറയുമ്പോൾ ദി മാൻ എന്ന് പറയേണ്ടേ ഒരു പക്ഷെ ചിന്തിക്കും. നമ്മൾ പറഞ്ഞിരിക്കുന്ന നിയമം അനുസരിച്ച് ശരിയല്ലേ? കാരണം ഒരു മനുഷ്യനല്ലോ, എല്ലാ മനുഷ്യരല്ലേ. പക്ഷെ ഇതിനൊരു എക്സെപ്ഷൻ ഉണ്ട്, ഈ മാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് അവിടെ മാത്രം എന്ത് ഉപയോഗിക്കരുത്? ദി ഉപയോഗിക്കരുത്. അവിടെ ദി മാൻ എന്ന് പറയുന്നത് അതിനൊരു എക്സെപ്ഷണൽ കേസാണ്. മാൻ ഈസ് എ സോഷ്യൽ അനിമൽ. അപ്പൊ അത്
എല്ലാം പഠിക്കുന്ന കൂട്ടത്തിൽ ചില കാര്യങ്ങൾക്ക് എക്സെപ്ഷൻ ഉണ്ടാവില്ലേ? എന്ന് പറഞ്ഞ പോലെ നമ്മൾ വീട്ടിൽ നമുക്ക് ചില കാര്യങ്ങൾക്ക് അച്ഛൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഒരു പ്രായത്തിന്റെ പരിഗണന വെച്ച് നമ്മൾ അതിനോട് മൈൻഡ് ചെയ്യാറില്ലേ? ചെറിയ കുട്ടികൾ ഇളയ കുട്ടി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പ്രായത്തിന്റെ പരിഗണന വെച്ച് അങ്ങനെ വിട്ട് കളയാറുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഇവിടെ എക്സെപ്ഷൻ ഉണ്ട്. അപ്പൊ പരീക്ഷയ്ക്ക് എങ്ങാനും ദി അവിടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് മിസ്റ്റേക്ക് ആയിട്ട് വരും. പിന്നെ ഒന്ന് രണ്ട് കാര്യം കൂടി അതിൽ കൂടെ ഒന്ന് മനസ്സിലാക്കിയിരിക്കാം. നദികളുടെ പേരിന്റെ മുന്നിൽ നേരത്തെ ഒരാൾ എഴുതി നദികളുടെ പേര്. ദി ഗംഗ നദിയാണ്, ദി ഗംഗ, ദി പെരിയാർ, ദി ബ്രഹ്മപുത്ര. നദികളുടെ പേരിന്റെ മുന്നിൽ ദി എന്ന് പറയുന്ന ആർട്ടിക്കിൾ ചേർക്കണം. അതുപോലെ തന്നെ പർവ്വതങ്ങളുടെ പേരിന്റെ മുന്നിൽ ഇത് ചേർക്കുന്നു, ദി എന്ന് പറയുന്ന ആർട്ടിക്കിൾ ചേർക്കണം. പിന്നെ കടല്, നേരത്തെ ഒരാൾ എഴുതി ദ പസഫിക് ഓഷ്യൻ, ദ ഇന്ത്യൻ ഓഷ്യൻ. കടലിന്റെ പേരിന്റെ മുന്നിൽ ദി എന്ന് പറയുന്ന ആർട്ടിക്കിൾ. പിന്നെ ഐലൻഡ്സ് എന്ന് വെച്ചാൽ ദ്വീപുകൾ, ദ ആൻഡമാൻ നിക്കോബാർ, ദി ലക്ഷദ്വീപ്. അങ്ങനെ ദ്വീപുകളുടെ പേരുകളുടെ മുന്നിൽ ആർട്ടിക്കിൾ വരും. പിന്നെ ബേസ്, ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉൾക്കടലുകൾ, ദ ബേ ഓഫ് ബംഗാൾ, ബംഗാൾ ഉൾക്കടൽ. അപ്പൊ ഞാൻ ഒന്നും കൂടി പറയാം. നദികളുടെ പേരിന്റെ മുന്നിൽ, പർവ്വതങ്ങളുടെ പേരിന്റെ മുന്നിൽ, കടലുകളുടെ പേരിന്റെ മുന്നിൽ, ദ്വീപുകളുടെ പേരിന്റെ മുന്നിൽ, ഉൾക്കടലുകളുടെ പേരിന്റെ മുന്നിൽ, ഇതിന്റെ മുന്നിലെല്ലാം എന്ത് വരുന്നു? ദി എന്ന് പറയുന്ന ആർട്ടിക്കിൾ വരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആർട്ടിക്കിളിനെ കുറിച്ച് നിങ്ങളൊന്ന് മനസ്സിലൊന്ന് ഫീഡ് ചെയ്ത് വെക്കാം. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയുന്നു, ആർട്ടിക്കിളിനെ നമ്മൾ രണ്ടായിട്ട് വിഭജിച്ചു. ഒന്നിനെ നമ്മൾ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്നും അടുത്തതിനെ നമ്മൾ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്നും പറഞ്ഞു. അതിൽ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ നമ്മൾ തൊട്ടിട്ടില്ല, അതെടുത്ത് മാറ്റി വെച്ചിരിക്കുക. ഡെഫിനിറ്റ് ആർട്ടിക്കിളിനെയാണ് നമ്മൾ പിടിച്ചത്. ദി എന്ന് പറയുന്ന ആർട്ടിക്കിളിന്റെ പല ഉപയോഗങ്ങളെ കുറിച്ചാണ് നമ്മൾ സൂചിപ്പിച്ചത്. അപ്പൊ അതിനകത്ത് നമ്മൾ പറഞ്ഞു സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റിന്റെ കൂടെയും പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്റ്റിന്റെ കൂടെയും എന്ത് വരും? ദി എന്ന് പറയുന്ന ആർട്ടിക്കിൾ വരും എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞു ടു പർട്ടിക്കുലറൈസ്, ടു സ്പെഷ്യലൈസ്, ടു സ്പെസിഫൈ സംതിങ്. അതൊരു വ്യക്തിയാവാം, ഒരു സംഭവമാവാം, അല്ലെങ്കിൽ നമുക്ക് പറയാം ഒരു അപകടം കണ്ടു നിങ്ങൾ, അപ്പൊ നിങ്ങൾക്ക് അത് കണ്ടു കഴിയുമ്പോൾ വളരെ ഷോക്കിംഗ് ആയി. അപ്പൊ നിങ്ങൾക്ക് പറയാം ദ ഇൻസിഡന്റ് വിച്ച് ഐ സോ ഈസ് വെരി ഷോക്കിംഗ്. ഞാൻ കണ്ട ഇൻസിഡന്റ് പകരം ആക്സിഡന്റ് ആണ്. ദ ആക്സിഡന്റ് വിച്ച് ഐ സോ ഇൻ ദ മോർണിംഗ് ഈസ് വെരി ഷോക്കിംഗ്. അത് വളരെ ഷോക്കിംഗ് ആയി അല്ല, പർട്ടിക്കുലറൈസ് ചെയ്യുന്നു. പിന്നെ ഞാൻ പറഞ്ഞു ബുക്കുകൾ, ആ ബുക്കുകളുടെ പേരുകളുടെ മുന്നിൽ ദി എന്ന് പറയുന്ന ആർട്ടിക്കിൾ വരുമെന്ന് പറഞ്ഞു. പ്രകൃതിയിൽ ഒരെണ്ണമായിട്ടുള്ള സംഗതികൾ ഉണ്ടെങ്കിൽ അതിന്റെ പേരിന്റെ മുന്നിൽ ആർട്ടിക്കിൾ ദി വരുമെന്ന് പറഞ്ഞു. പിന്നെ ഒരു പേര് കൊണ്ട് ഒരു വർഗത്തെ മുഴുവൻ ചിത്രീകരിക്കുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ മുന്നിൽ ദി ചേർത്ത് കഴിഞ്ഞാൽ ആ ഹോൾ റേസ് മുഴുവൻ പെടുമെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞു നദികളുടെ പേരിന്റെ മുന്നിൽ, പർവ്വതങ്ങളുടെ പേരിന്റെ മുന്നിൽ, കടലുകളുടെ പേരിന്റെ മുന്നിൽ, ദ്വീപുകളുടെ പേരിന്റെ മുന്നിൽ, പിന്നെ ഉൾക്കടലുകളുടെ പേരിന്റെ മുന്നിൽ, അവിടെ എല്ലാവിടുത്തെ ആ പേരുകൾ പറയുമ്പോഴൊക്കെ ദി എന്ന് പറയുന്ന ആർട്ടിക്കിൾ ചേർക്കണമെന്ന് സൂചിപ്പിച്ചു. ഓക്കെ, ചെറിയൊരു ഐഡിയ കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. യെസ്, ഇനി നമുക്ക് വേറൊരു കാര്യത്തിലേക്ക് കിടക്കാം. ഞാൻ നിങ്ങൾക്ക് യെസ് ആരാണ് ഒരു ചെറിയൊരു വിഷയം ഞാൻ നിങ്ങളോട് പറയുകയാണ്. അപ്പൊ നമുക്കിനി ഇംഗ്ലീഷില് വെറുതെ നമുക്ക് ഇതെടുത്ത് പോയാൽ മാത്രം പോരാ, നിങ്ങളും എന്തെങ്കിലുമൊക്കെ ഇങ്ങോട്ട് തിരിച്ചിങ്ങനെ പറയാം. ഓക്കെ, അപ്പൊ ഞാനൊരു വിഷയം പറയാം. നമുക്ക് നിങ്ങൾക്ക് കൂടി പറയാൻ പറ്റുന്ന രീതിയിലുള്ള വിഷയമായതുകൊണ്ട് ഞാൻ ഇഷ്ടപ്പെടുന്ന വിഷയങ്ങളുണ്ട്, അതിലോട്ട് ഞാൻ പറയാം. രണ്ട് രീതിയിലുള്ള നമ്മൾ പണ്ടെപ്പോഴും ഫസ്റ്റ് നെക്സ്റ്റ് ദെൻ ആഫ്റ്റർ ദാറ്റ് ഫൈനലി ഒരു സാധനം ചെയ്തിട്ടുണ്ട്. അപ്പൊ അന്ന് അധികം പേരുണ്ടായില്ല, വളരെ കുറച്ച് പേരുണ്ടായിരുന്നു ഫസ്റ്റ് ക്ലാസ്സിൽ. ഓർമ്മയില്ല? ഈ ഇരിക്കുന്നതിൽ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു സാർ, ഫസ്റ്റ് ക്ലാസ്സിലല്ലേ? ആ, ഫസ്റ്റ് ക്ലാസ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ പിന്നെ ആ വിഷയം ഇനി പറയുന്നില്ല, അടുത്ത പറയാം. യെസ്, അപ്പൊ അടുത്ത വിഷയം എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലുള്ള വിവാഹങ്ങളുണ്ട്. ഒന്ന് നമുക്ക് വേണമെങ്കിൽ അറേഞ്ച്ഡ് മാരേജ് ഉണ്ട്, അടുത്തത് ലവ് മാരേജ് ഉണ്ട്. യെസ്, അറേഞ്ച്ഡ് മാരേജ്, ലവ് മാരേജ്. അപ്പൊ ഞാൻ ആ വിഷയം നിങ്ങളുടെ മുന്നിലേക്ക് വെക്കാം. അപ്പൊ ഇനിയോടെ അരമണിക്കൂർ നമ്മൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാം. അപ്പൊ വിച്ച് ടൈപ്പ് ഓഫ് മാരേജ് യു പ്രിഫർ? ഇത് നിങ്ങളുടെ അഭിപ്രായം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, നമ്മൾ ഇംഗ്ലീഷിൽ പറയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട്
വിവാഹ രീതികൾ, അറേഞ്ച്ഡ് മാരേജ് ആൻഡ് ലവ് മാരേജ് നിങ്ങൾ മുന്നിൽ വയ്ക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനെ പ്രിഫർ ചെയ്യാം, ഇഷ്ടമില്ലാത്തതിനെ പ്രിഫർ ചെയ്യാം. യെസ്. അപ്പൊ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതിന് ഒരു കാരണം കണ്ടുപിടിക്കും. അപ്പൊ അറേഞ്ച്ഡ് മാരേജിന് അതിൻ്റെതായ ഗുണങ്ങളുണ്ട്, ദോഷങ്ങളുണ്ട്. ലവ് മാരേജിന് അതിൻ്റെതായ ഗുണങ്ങളുണ്ട്, ദോഷങ്ങളുണ്ട്. ഇത് രണ്ടും നമ്മൾ നോക്കിയിട്ട് നമ്മൾ പറയുന്നു ഐ പ്രിഫർ ലവ് മാരേജ്. ഞാൻ പ്രിഫർ ചെയ്യുന്നത് ലവ് മാരേജ് ബിക്കോസ്. കാരണം, ആ കാരണങ്ങളാണ് നമ്മൾ പറയുന്നത്. അത് നമ്മൾ എങ്ങനെ പറയുന്നു? ഇംഗ്ലീഷിൽ പറയുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ ലവ് മാരേജ് പ്രിഫർ വേണമെങ്കിൽ പറയാം ഐ പ്രിഫർ ലവ് മാരേജ് ബിക്കോസ്. എന്തുകൊണ്ടാണ് കാരണം? കുറച്ചുകൂടി ബോൾഡ്നെസ് ഉണ്ടാവും, നേരത്തെ തന്നെ നമുക്ക് പാർട്ട്ണറെ കുറിച്ച് അറിയാൻ സാധിക്കുന്നു, ക്യാരക്ടർ, അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വേണ്ടി നിങ്ങൾക്ക് പറയാം. ഇനി അടുത്ത ആൾക്ക് പറയുമ്പോൾ പറയാം ഐ പ്രിഫർ. ആദ്യം പറയേണ്ടതാണ് ജിസ്റ്റാണ്. ജിസ്റ്റ് റെഡി ആയിക്കോളെ. ആദ്യം ഞാൻ ജിസ്റ്റക്ക് വേണ്ടിയിട്ടാണ് നീട്ടിപ്പിടിക്കുന്നത്. യെസ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ഐ പ്രിഫർ ലവ് അറേഞ്ച്ഡ് മാരേജ്. ഞാൻ പ്രിഫർ ചെയ്യുന്നത് അറേഞ്ച്ഡ് മാരേജ്. ദോ മൈ മാരേജ് വാസ് ലവ് മാരേജ്. എന്റെ വിവാഹം ലവ് മാരേജ് അല്ല, പക്ഷെ ഞാൻ പ്രിഫർ ചെയ്യുന്നത് അറേഞ്ച്ഡ് മാരേജ് ബിക്കോസ്. നിങ്ങൾക്ക് അതിന്റെ കാരണങ്ങൾ പറയും. ആ കാരണങ്ങൾ ഇംഗ്ലീഷ് പറയുന്നു there is a bond between two families, there is a support from family members, there will be a great financial help. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടേതായ കാരണങ്ങൾ ഉണ്ടാവില്ലേ? നമുക്ക് വേണ്ടത് ഇംഗ്ലീഷിൽ നമുക്ക് പറയാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാക്കാൻ. പറയുന്നത് തെറ്റിക്കോട്ടെ, ഗ്രാമർ പോയിക്കോട്ടെ, ഇത് ഒന്നും വിഷയമാക്കണ്ട. അതൊക്കെ അങ്ങോട്ട് വിട്ടേക്കരുത്, അതെല്ലാം അങ്ങ് മറന്നേക്കെന്ന് പറഞ്ഞു പറയാം. നമ്മൾ പറയുന്നു നിങ്ങളപ്പോൾ ചെയ്യേണ്ടത് ഏതിനെയാണോ നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത് അത് നിങ്ങൾ അവിടെ എഴുതുക. ഇതിന്റെ അടിയിൽ ഒരു വര വരയ്ക്കുക. എന്തുകൊണ്ട് നമ്മൾ വിഷയത്തോട് എന്തുകൊണ്ട് അതിനെ പ്രിഫർ ചെയ്യുന്നു ആ പോയിന്റ് മാത്രം എഴുതുക. ഇന്ന വിഷയം, ഇന്ന വിഷയം, ഇന്ന വിഷയം, ഇന്ന വിഷയമാണ്, ഇതുകൊണ്ട് ഞാൻ ഇതിനെ പ്രിഫർ ചെയ്യുന്നു. നമുക്കറിയാം രണ്ടിനും ഗുണമുണ്ട്, ദോഷമുണ്ട്. പക്ഷെ നമ്മളിവിടെ ഒരു വിഷയം എടുത്തിട്ടത് കൊണ്ട് ഈ വിഷയത്തിൽ കൂടി നമ്മൾ സംസാരിക്കുകയാണ്. ചിലപ്പോൾ നമുക്കിതൊക്കെ വേണ്ടി വരും. നമുക്ക് ചിലപ്പോൾ ചില സ്ഥലത്തൊക്കെ ചിലപ്പോൾ ഇംഗ്ലീഷിലൊക്കെ ചിലപ്പോൾ ഒന്ന് പറയേണ്ടി വരും. അപ്പൊ തെറ്റുന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട, അതങ്ങോട്ട് പറഞ്ഞിട്ട് തെറ്റ് എന്ന് പറയുന്നത് ഈ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ ഓരോ വിഷയങ്ങളായിട്ട് വരുമല്ലോ. അപ്പോഴൊക്കെ നമുക്ക് സംസാരിക്കാം. ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ ഞാൻ ഈ വിഷയം പറഞ്ഞു, ഇപ്പൊ നിങ്ങൾ ചിന്തിച്ചു, ഇപ്പൊ നിങ്ങൾ പറയും. ഇത് നിങ്ങളുടെ ഇന്റലിജൻസ് ആണ്. എനിക്ക് വേണമെങ്കിൽ ഈ വിഷയം കഴിഞ്ഞ ആഴ്ച പറയാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? അന്വേഷിച്ച് പിടിച്ച് റെഡിയാക്കി ഇതോ ഇപ്പല്ലേ. ഇതിപ്പോ വന്ന ആളും കിട്ടിയ കാശും എന്ന് പറയുന്ന പോലെ നമ്മൾ ഇപ്പൊ നിൽക്കുന്നു. ചില കാര്യങ്ങൾ അങ്ങനെയാണ്. ചില കാര്യങ്ങൾക്ക് നമുക്ക് പെട്ടെന്ന് തീരുമാനം എടുക്കേണ്ടി വരും. കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിയും, അത് ജീവിതത്തിൽ ചില ഡിഫൻസുമായി ബന്ധപ്പെട്ട് വരുന്ന ചില ജോലികൾക്കൊക്കെ പോകുമ്പോൾ അവിടെ നിന്ന് നമ്മൾ ആലോചിക്കാൻ സമയം ഉണ്ടാവില്ല. അപ്പൊ നിസ്സാര സമയത്തോട് നമ്മൾ തീരുമാനമെടുക്കുന്നു. പിന്നീട് നമ്മൾ സമയമെടുത്ത് ആലോചിക്കുമ്പോഴും അന്നെടുത്ത ആ തീരുമാനം തന്നെയായിരുന്നു കറക്റ്റ് എന്ന് നമുക്ക് വരുത്തുകയും വേണം. ഞാൻ എക്സാമ്പിൾ പറയാം. ഞാൻ ഇപ്പോഴല്ല, എനിക്കൊരു 26, 27 ഒക്കെ വയസ്സുള്ള സമയത്ത് ഞാനൊരു ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഒരു ഇന്റർവ്യൂ പങ്കെടുക്കുന്നു, ഇവിടെ വെച്ചല്ല, മൈസൂർ വെച്ച്. അപ്പോ എന്നോട് അവർ ചോദിച്ച ഒരു ചോദ്യമാണ്, ഞാനിപ്പോ ആരോടെ ചോദിക്കാൻ, യെസ്, രശ്മി. സർ, രശ്മിയോട് ചോദിക്കാനുണ്ട്. ഓക്കെ, രശ്മി എന്നോട് അത് ചോദിച്ച ഇംഗ്ലീഷിലാണ്, ഞാൻ അത് പറയുന്നത് മാത്രമേ ഉള്ളൂ. രശ്മിയുടെ ഒരു കൂട്ടുകാരിയുടെ വീട്ടിൽ പോകുന്നു. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കൂട്ടുകാരി അവിടെ ഇല്ല. അപ്പൊ രശ്മി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാല് അവളുടെ മുറിയിൽ കയറി ഇരിക്കുകയാണ്. അവളുടെ മുറിയിൽ കയറി ഇരിക്കുന്ന സമയത്ത് ഈ കൂട്ടുകാരിയുടെ സഹോദരൻ പെട്ടെന്ന് ആ മുറിയിലോട്ട് വരികയാണ്. ആ സഹോദരൻ പരിപൂർണ്ണ നഗ്നനായിട്ട് അങ്ങോട്ട് വരികയാണ്. ചോദ്യം ഏതാണ്? 1 മിനിറ്റ് ആൻസർ പറയാനുള്ളൂ. വാട്ട് വിൽ ബി യുവർ ഫസ്റ്റ് റിയാക്ഷൻ? വിചാരിക്കും ഇത് എന്നോട് ചോദിച്ച ചോദ്യമാണ്. ഐ ആം വിറ്റ്നസ്. ഈ ഒരു ചോദ്യത്തിന് ഉത്തരം നമ്മൾ പറയുന്നതിന്റെ ഇടയ്ക്കുണ്ടാകുന്ന നമ്മുടെ മുഖഭാവത്തിന്റെ വ്യത്യാസമൊക്കെ വെച്ചാൽ മറന്നിട്ടോണ്ടിരിക്കുകയാണ്. ഈ ആളെ നമുക്ക് വേണോ വേണ്ടയോ എന്നൊക്കെ അവരോട് മറന്നിട്ടോണ്ടിരിക്കുകയാണ്. നിങ്ങൾ വിചാരിക്കും എന്തിനാണ് ഇതിനിങ്ങനെ ചോദിക്കേണ്ടത് വിചാരിക്കും. പക്ഷെ ഇത് ചോദിച്ചതാണ്. ഇതുപോലുള്ള ചോദ്യങ്ങൾ ഞാൻ പറയും. രശ്മിയോടാണ് ചോദ്യം, വാട്ട് യു വിൽ ഡു? ഇത്ര സമയത്ത് എനിക്ക് കിട്ടിയിട്ടെന്ന്
ഞാൻ രശ്മിക്ക് വേണമെങ്കിൽ ഓക്കെ, രശ്മിക്ക് ഞാൻ മുന്നേറ്റ സാധ്യതകൾ പറയാം. വേണമെങ്കിൽ അടി വെച്ചു കൊടുക്കാം. അതുമല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇരിക്കുന്ന ഡ്രസ്സ് എടുത്ത് കൊടുക്കാം, വേണമെങ്കിൽ ഉപദേശം കൊടുക്കാം, അല്ലെങ്കിൽ രശ്മിക്ക് അവിടെ നിന്ന് ഇറങ്ങി പോകാം. ഇതുമല്ലെങ്കിൽ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാം. വാട്ട് ഡു യു? പേടിച്ചിറങ്ങിപ്പോവും. ഓക്കെ, രശ്മി അവിടെ നിൽക്കട്ടെ. ഞാൻ ഇതേ ചോദ്യം ആരോടാണ്? സുബിത സിയൻ എന്നോട് ചോദിച്ചപ്പോ നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങളുടെ ആ ഫ്രണ്ടിന്റെ സഹോദരി വരുന്നുള്ളതാണ്. ഞാൻ ഇവിടെ പറഞ്ഞപ്പോ സഹോദരനാക്കിയത് മാത്രമേ വ്യത്യാസം. യെസ്, ഞാനിത് ഓപ്പൺ. സുബിത സിയൻ. ഞാനാണെങ്കിൽ അവിടെ എന്തെങ്കിലും ക്ലോത്ത് ഇരിക്കണെങ്കിൽ അത് എടുത്തു കൊടുക്കും ആൾക്ക്. ഓക്കെ, വെരി ഗുഡ്. നിൽക്കട്ടെ. ദീപ മനോജ്. ഇതൊക്കെ കേട്ടല്ലോ, എന്ത് തോന്നുന്നു? ഒന്നുകൂടെ ഒന്ന് പറയാമോ ക്വസ്റ്റ്യൻ? യെസ്, അതായത് ദീപയുടെ കൂട്ടുകാരിയുടെ വീട്ടിൽ ചെല്ലുന്നു. കൂട്ടുകാരി അവിടെയില്ല, കൂട്ടുകാരിയുടെ മുറിയിലിരിക്കുന്നു, വേറെ ആരും അവിടെയില്ല. പെട്ടെന്ന് കൂട്ടുകാരിയുടെ സഹോദരൻ മുറിയിലേക്ക് ഓടി വരുന്നു. പരിപൂർണ്ണ നഗ്നനായിട്ടാണ് സഹോദരൻ വരുന്നത്. വാട്ട് യു ചോദ്യം. അപ്പോ നിങ്ങൾ ഒരിക്കലും ഉത്തരത്തിന്റെ അടുത്തേക്ക് വന്നില്ല. കാരണം ഇതിന്റെ കറക്റ്റ് ആൻസർ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ, അത് തന്നെയാണ് കറക്റ്റ് ആൻസർ. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത്? ബിക്കോസ് അതിന്റെ ലോജിക് ഉണ്ട്. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ആ കുട്ടി ലെസ് ദാൻ 2 years old, 2 വയസ്സിൽ താഴെ പ്രായം. ഇതാണ് അതിന്റെ ലോജിക്ക്. നമ്മൾ ഒരിക്കലും ആ വഴിക്ക് നമ്മുടെ മനസ്സ് പോയില്ല. നമ്മൾ പോയത് മുഴുവൻ ആവശ്യമില്ലാത്ത വേറെ വഴിക്കാണ് പോയത്. ആ ലോജിക്കലായിട്ട് ചിന്തിക്കണം. 25 നിന്ന് 5 എത്ര പ്രാവശ്യം കുറയ്ക്കാമെന്ന് ഡിഗ്രി പാസ്സായ ഒരാളോടാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ അതിന്റെ ലോജിക്ക് മനസ്സിലാക്കണം. 25 നിന്ന് 5 എത്ര പ്രാവശ്യം കുറയ്ക്കാം എന്ന് ഡിഗ്രി പാസ്സായ ഒരാളോട് ചോദിക്കുന്നത്. കീർത്തി ജിസ്ന. കീർത്തി വന്നു. ഓക്കെ, പറയൂ കീർത്തി. 25 നിന്ന് 5 എത്ര പ്രാവശ്യം മൈനസ് ചെയ്യാം? 1 പ്രാവശ്യം. വെരി ഗുഡ്. 25 നിന്ന് 5 1 പ്രാവശ്യമേ മൈനസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ പെട്ടെന്ന് എന്താ വിചാരിക്കുക? 25 നിന്ന് 5 പ്രാവശ്യം മൈനസ് ചെയ്യും പറയാന്ന് പറയും. അപ്പൊ നിങ്ങൾ ചിന്തിക്കണം, ഇത് ചോദിക്കുന്നത് ഡിഗ്രി കഴിഞ്ഞ ഒരാളോടാണ്. അപ്പൊ there will be a logic behind it. അതിന് ലോജിക് ഉണ്ട്. ആ ലോജിക്ക് 25 നിന്ന് 1 പ്രാവശ്യം 5 മൈനസ് ചെയ്താൽ പിന്നെ വരുന്നത് 20 ആണ്. പിന്നെ 20 നിന്നേ കുറയ്ക്കാൻ പറ്റും, അല്ലാണ്ട് 25 നിന്ന് കുറയ്ക്കാൻ പറ്റില്ല. അപ്പൊ 25 നിന്ന് ഒറ്റ പ്രാവശ്യമേ കുറയ്ക്കാൻ പറ്റും. യെസ്, ഓക്കെ, ഇതൊക്കെ സിമ്പിൾ ആയ കാര്യം. ഇത് എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. യെസ്, ജിസ്ന. യെസ് സർ. ഒറ്റ മിനിറ്റിലോട്ട് ആൻസർ പറയാൻ. ഒറ്റ മിനിറ്റ്. ഒറ്റ മിനിറ്റ് ഇല്ല, 30 സെക്കൻഡ് തരാം. ഓഫ് ആക്കണ്ട. എന്നോ സിമ്പിൾ ആയ ചോദ്യം ചോദിക്കട്ടെ? 1 മുതൽ 100 വരെ എണ്ണുമ്പോ അതിൽ എത്ര പ്രാവശ്യം 9 വരും? 1 മുതൽ 100 വരെ എണ്ണുമ്പോൾ അതിൽ എത്ര പ്രാവശ്യം 9 വരും? എത്ര പ്രാവശ്യം വരും? 9, 19 പേരുണ്ട്. 9 പ്രാവശ്യം. 9 പ്രാവശ്യം. ഓക്കെ, ഞാൻ ഇനി ഷാരിനോട് ചോദിക്കാം. ഷാരിനി എത്ര പ്രാവശ്യം വരും? 10 പ്രാവശ്യം. ഓ, വെരി ഗുഡ്. 10 പ്രാവശ്യം. ഓക്കെ. ജാൻസി ആന്റണി എത്ര പ്രാവശ്യം? 10 പ്രാവശ്യം സാർ. 10. വെരി ഗുഡ്. 10 പ്രാവശ്യം. അപർണ പറയൂ. അപർണ എണ്ണിക്കൊണ്ടിരിക്കുന്ന പറഞ്ഞ. യെസ്, ഷബീന പറയൂ. ഷബീന എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. 1 പ്രാവശ്യം സാർ. 9 ഒരു തവണ ഇല്ലേ? 1 പ്രാവശ്യം. ജിസ്റ്റ് എന്താ പറഞ്ഞ? ജിസ്റ്റ് ഉത്തരം മാറ്റിയോ? അല്ല, പിന്നെ ആലോചിച്ചത്. ഇപ്പൊ എത്ര കിട്ടി? ലാസ്റ്റ് എത്ര കിട്ടി? 9 എത്ര പ്രാവശ്യം വരുമെന്നല്ലേ? മറ്റേത് പറയാ 99 അല്ലെങ്കിൽ 29 എന്നൊക്കെയല്ലേ പറഞ്ഞു. 29 എന്ന് കൂട്ടി വരുന്നുണ്ടല്ലോ. അപ്പൊ 9 എന്ന് പറയുന്ന 1 പ്രാവശ്യം ആയിരിക്കും. 9 അത് 29 എടുക്കാം, കുഴപ്പമില്ല. 29
ഓ അങ്ങനെ. 11 സാറേ? അപ്പൊ ദീപം 11. നിങ്ങൾക്ക് ഇങ്ങനെ പറയട്ടെ, ഞാൻ ആരെയും വിളിക്കുന്നില്ല. നിങ്ങൾ തോന്നുന്ന നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നു. ക്വസ്റ്റ്യൻ എനിക്ക് കേൾക്കാൻ പറ്റിയില്ല. 20 പ്രാവശ്യം. ആരാണ് 20 പറഞ്ഞത്? 21 സാർ, 21. അല്ല, 20 പറഞ്ഞാരാണ്? ദീപ്തിയാണ്. രമേഷ് കൃഷ്ണൻ അല്ലേ? ദീപ്തി. ഓക്കെ, കറക്റ്റ് ആൻസർ. അതാണ് കറക്റ്റ് ആൻസർ. നമ്മൾ അങ്ങനെ ചിന്തിക്കൂല. നമ്മൾ എണ്ണും 9, 19, 29, 39, 49, 59, 69, 79, 89. പിന്നെ ഒരെണ്ണം വേറെ ഏതാണ്? 90, 91, 92. അത് നമ്മൾ എണ്ണൂല. അങ്ങനെ അതുകൂടി എണ്ണി നോക്കിയാൽ 99 വരുമ്പോൾ 2 പ്രാവശ്യം. അപ്പൊ മൊത്തം എത്ര പ്രാവശ്യം വരുന്നുണ്ട്? 20 പ്രാവശ്യം. നിങ്ങള് എവിടെയെങ്കിലും ഒക്കെ ചെറിയ സദസ്സൊക്കെ വരുമ്പോൾ കൊച്ചു കുട്ടികളെ കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഓക്കെ, ടീച്ചർ ഒരു ചോദ്യം ചോദിക്കും. ആരാണ് 5ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ മാത്രം പങ്കെടുത്താൽ മതിയിട്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സമ്മാനം കയ്യിൽ വെച്ചിട്ട് വേണം ചോദിക്കാനുണ്ട്. കൃത്യമായിട്ട് ഉത്തരം പറയുന്നവർക്ക് ഈ സമ്മാനം, ഒരു പൊതിഞ്ഞൊരു സമ്മാനം കയ്യിൽ വെക്കുക. അപ്പൊ അത് കഴിയുമ്പോൾ പിന്നെ നിങ്ങളെ കാണുമ്പോൾ കുട്ടികൾ പറയും, ടീച്ചറെ ഒരു ചോദ്യം ചോദിക്കും എന്ന് പറയും. യെസ്, എപ്പോഴും നിങ്ങളുടെ വല്ല റെസിഡൻസ് അസോസിയേഷൻ മീറ്റിങ്ങോ അല്ലെങ്കിൽ വല്ല കുടുംബശ്രീയുടെ മീറ്റിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ വരുമ്പോൾ ഇതേപോലെയുള്ള അപ്പൊ വിട്ടുനുള്ളത് വിദ്യകളായിട്ടൊക്കെ വരും. അപ്പോ അങ്ങനെയൊക്കെയുള്ള സാഹചര്യം നിങ്ങൾ തന്നെ വിളിക്കും. അത് ഇന്ന ടീച്ചർ വന്നാൽ ശരിയാവും എന്ന് പറയില്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ വിഷയത്തിലോട്ട് നമുക്കിപ്പോഴും വരാൻ പറ്റില്ല. ദൈവമേ, ഇനി സമയം വളരെ കുറവുള്ളൂ. യെസ്, അപ്പോ നേരത്തെ ചോദിച്ച ചോദ്യം, അതായത് പരിപൂർണ്ണ നഗ്നയായിട്ട് വന്നത് നിങ്ങൾ എന്ത് ചെയ്യുമെന്നുള്ള ചോദ്യത്തിന് ഉത്തരം അതാണ് നമ്മൾ പറഞ്ഞു വന്നത്. അതിന്റെ ഉത്തരം അതാണ്, ദാറ്റ് വിൽ ബി ലെസ് ദാൻ 2 years old. ഞാൻ നിങ്ങളിൽ ആരെങ്കിലും ചോദിക്കുമെന്ന് വിചാരിച്ചു. എന്ത് സാറേ, ആ വന്ന സഹോദരനെ പറഞ്ഞിട്ടുള്ളൂ, സഹോദരന്റെ പ്രായം പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ആരെങ്കിലും ചോദിക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ നമ്മൾ ആ വഴിക്ക് ചിന്തിച്ചില്ല. നമ്മൾ ചിന്തിച്ചത് മുഴുവനും വേറെ വഴിക്കാണ് നമ്മൾ ആലോചിച്ചത്. യെസ്, അപ്പൊ എന്റെ കറക്റ്റ്. പക്ഷെ ആ ചോദ്യത്തിന് ഉത്തരം എനിക്ക് അറിയാമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ചോദ്യം ഇന്റർവ്യൂവിൽ പോകുന്നതിന് മുമ്പേ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ഉത്തരം പറയുന്നതല്ല, വരികൾക്കിടയിലാണ് അവർ വായിച്ചെടുക്കുന്നത്. 4-5 പേര് അവരിങ്ങനെ നിരന്നിരിക്കും. ഇരുന്നുകൊണ്ടാണ് ചോദ്യം. വളരെ ചിരിച്ച് വളരെ രസകരമായിട്ട് അതൊക്കെ നമ്മൾ ഈ പറയാൻ വേണ്ടി എടുക്കുന്ന ടൈം, നമ്മൾ പറയാൻ വേണ്ടി എടുക്കുന്ന നമ്മുടെ എക്സ്പ്രസ് സൈക്കോളജി, അതൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ആൾ ഇരിക്കുക എന്നുള്ളത്. എന്നിട്ട് എനിക്ക് ജോലി കിട്ടിയില്ല കേട്ടോ, വേറെ കാര്യം ഞാൻ പറയാം. ആ ജോലി എനിക്ക് കിട്ടിയില്ല, പക്ഷെ ഞാൻ നന്നായിട്ട് ഇന്റർവ്യൂവിൽ പെർഫോം ചെയ്തു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ വാസ് വെൽ പ്രിപ്പയർഡ്. അപ്പൊ ഞാനിങ്ങനെ പോരാൻ നേരത്ത് ചോദിച്ചു, എന്താണ് അവിടെ ചോദിച്ചപ്പോൾ യു ക്യാൻ എക്സ്പെക്ട് എ പോസിറ്റീവ് കോൾ സോ ഏർലി ആസ് പോസിബിൾ എന്ന് പറഞ്ഞു. അധികം ദൂരമില്ലാത്ത ഭാവിയിൽ പോസിറ്റീവ് കോൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്ന് പറഞ്ഞു. പക്ഷെ പോസിറ്റീവ് കോൾ വന്നില്ല. യെസ്, അങ്ങനെ വന്നിരുന്നെങ്കിൽ വേറെ ലെവലിലോട്ട് ഞാൻ മാറിപ്പോയേനെ. അപ്പൊ ഒരു പക്ഷെ ഈ 18 പേരെ കാണാനോ പരിചയപ്പെടാനോ എനിക്കൊരു പക്ഷെ സാധിച്ചില്ല എന്നുള്ളതാണ്. ഒരു പക്ഷെ അതാണ് കൂടുതൽ ഭാഗ്യകരമായിട്ടുള്ള സംഗതി എന്നുള്ളതുകൊണ്ടായിരിക്കാം ജസ്ന ഇവിടെ തന്നെ വന്നത്. അത് കിട്ടിയില്ലെന്നേ ഉള്ളൂ, വേറെ കൊണ്ട് പോയി നല്ല ഞാൻ പറയുന്നു. അപ്പൊ ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് എന്ത് വേണമെങ്കിലും നമുക്ക് ചോദിക്കാം. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാനത് നിങ്ങളോട് കോമൺ ആയിട്ട് പറയണം. നിങ്ങളുടെ പേര്, ആ പേരിന്റെ അർത്ഥം അത് നിങ്ങൾ കണ്ടെത്തിയിരിക്കണം. ഇപ്പൊ ഞാൻ 2-3 പറയാം. ജോസഫ് എന്ന് പറയുന്ന വാക്കിന് അർത്ഥമുണ്ട് ദ മാൻ എബവ് ടെംപ്റ്റേഷൻ, പ്രലോഭനത്തിന് അതീതനായവൻ എന്ന് അർത്ഥമുണ്ട്. എന്റെ പേര് ജോബ് എന്നാണ്. ജോബ് എന്ന് പറയുമ്പോൾ ജോലി എന്നല്ല, എ മാൻ വിത്ത് ഇനഫ് പേഷ്യൻസ്. നിങ്ങൾ ഓക്സ്ഫോർഡ് ഡിക്ഷണറിയോ ഗൂഗിളോ ഒക്കെ സെർച്ച് ചെയ്ത് യു ഫൈൻഡ് ഔട്ട് ദ മീനിങ് ഓഫ് യുവർ നെയിം. നിങ്ങളുടെ പേരിന്റെ അർത്ഥം നിങ്ങൾ കണ്ടെത്തിയിരിക്കണം. അതിനൊരു മീനിങ് ഉണ്ട്. കാരണം നിങ്ങൾ എവിടെയെങ്കിലും ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വേണം അവിടുന്ന്. ഞാനിത് വേറെ എക്സാമ്പിൾ പറയാം. ഇത് ഞാൻ അനുഭവിച്ചെങ്കിൽ, ഞാൻ ഒരു PSCയുടെ ഇന്റർവ്യൂവിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. PSCയുടെ ഇന്റർവ്യൂ. അപ്പൊ ഞാൻ അങ്ങോട്ട് കയറി ചെന്നു, എന്റെ സർട്ടിഫിക്കറ്റ് കൊടുത്ത് പുള്ളി അതൊക്കെ വെരിഫൈ ചെയ്ത് നോക്കി. പുള്ളി ആദ്യം ചോദിച്ച ചോദ്യം, അതാണ് ആകാശത്തിന് കീഴിലുള്ള എന്തിനെ കുറിച്ച് അവർക്ക് ചോദിക്കാം.
ഓ യുവർ നെയിം ഈസ് ജോബ്. അപ്പൊ ഞാൻ പറഞ്ഞു യെസ് മൈ നെയിം ഈസ് ജോബ്. ഹു ഈസ് ജോബ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതായിരുന്നു, ആരാണ് ജോബ് എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പ്രതീക്ഷിച്ച ചോദ്യമായിരുന്നു. കാരണം വെച്ചാല് ഞാൻ ഈ ഹൗ ടു ഫേസ് ഇന്റർവ്യൂ ബോർഡ് എന്ന് പറയുന്ന അത് വേറെ കഥയാണ്, ഞാൻ അങ്ങോട്ട് വരാം. അപ്പോ ഹു ഈസ് ജോബ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതാണ്, ആരാണ് ജോബ്? അപ്പൊ ഞാൻ പറഞ്ഞു ജോബ് ഈസ് എ സെയിന്റ് മെൻഷൻ ഇൻ ബൈബിൾ. ബൈബിളിൽ പറഞ്ഞിട്ടുള്ള ഒരു ജോബ് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു അതാണ് ജോബ് എന്ന് പറഞ്ഞു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പുള്ളി അദ്ദേഹം ചോദിച്ചു, വാട്ട് ഈസ് ദ ഫേമസ് കൊട്ടേഷൻ ഓഫ് ജോബ്? ഈ ജോബിന്റെ പ്രസിദ്ധമായ ഒരു കൊട്ടേഷൻ ഉണ്ട് പറയാൻ പറ്റും. ഓക്കെ, ഞാൻ പോയത് PSC ഇന്റർവ്യൂലാണ്, പക്ഷെ എന്നോട് ചോദിച്ചത് മുഴുവൻ ഈ വക ചോദ്യങ്ങളാണ്. അത്രയും ചോദ്യം ചോദിച്ചത് PSC മെമ്പറാണ്. PSC മെമ്പർ അത്രയും ചോദ്യം ചോദിച്ചു കഴിഞ്ഞതിന് പക്ഷെ എനിക്ക് മറുപടി പറയാൻ പറ്റി. ഐ വാസ് വെൽ പ്രിപ്പയർഡ്. മറുപടി പറയാൻ പറ്റി. അത് കഴിഞ്ഞതിന് ശേഷം PSC മെമ്പർ തൊട്ടടുത്തിരുന്ന ആളോട് SB അപ്പോഴാണ് അവര് സബ്ജക്ട് വൈസ് ആയി ചോദ്യങ്ങൾ ചോദിച്ചത് മറ്റവര്. പക്ഷെ ഇദ്ദേഹം ചോദിച്ചത് ഈ സംഗതി. അപ്പൊ എപ്പോഴും ഇപ്പോ ജിസ്ന ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ ജിസ്നയെ കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ല. ഞാൻ ഒരു പക്ഷേ ജിസ്ന ഇന്റർവ്യൂ എന്നാണെങ്കിൽ യുവർ നെയിം ഈസ് ജിസ്ന. യെസ്, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ജിസ്ന? എന്താ ജിസ്നയുടെ അർത്ഥം എന്ന് പറയുമ്പോൾ ജിസ്ന പറയണ്ടേ ഇറ്റ് ഈസ് എ പ്ലേസ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് അങ്ങനെ ജിസ്നക്ക് പറയാവുന്ന ഒരു കാര്യം അത് അവിടെ നിന്ന് ആരംഭിക്കണം. അപ്പൊ എപ്പോഴും നിങ്ങൾ രശ്മി അതിനെ കുറിച്ചൊരു അർത്ഥം, ആ വാക്കിന്റെ ഒരു മീനിങ് ഉണ്ടാവും, അത് കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ അതിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക. അത് നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും. എപ്പോഴും ആ ഒരു സംഗതിയെ നിങ്ങൾ എപ്പോഴും ഒന്ന് മനസ്സിലാക്കി വെക്കുക. അത് ഡു ഇറ്റ്. യെസ്, എന്നോടൊപ്പം തന്നെ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഒരു വാചകം ഞാൻ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു, ഞാൻ PGക്ക് പഠിക്കുന്ന സമയത്ത്, ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് PGക്ക് പഠിക്കുന്ന സമയത്ത് ഞാൻ ഒരു മീറ്റിംഗിൽ പങ്കെടുത്തപ്പോൾ പ്രിൻസിപ്പൽ ഉണ്ട് അവിടെ. അപ്പോ ഞങ്ങൾ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എന്നെ ആ സാർ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ PGക്ക് ഞാൻ ചേർന്നപ്പോ ഞാൻ സ്വാഗതം പറഞ്ഞപ്പോ എനിക്ക് പഴയ കാലത്തുള്ള അന്ന് ആ പ്രിൻസിപ്പലിനെ കുറിച്ചുള്ള എന്നെ പഠിപ്പിച്ച ഓർമ്മകളൊക്കെ ഉണ്ടല്ലോ. ഞാൻ എന്ത് ചോദിച്ചാൽ അതൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ വന്നപ്പോ അതിനെ കുറിച്ചൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞുപോയി. പറഞ്ഞപ്പോ പ്രിൻസിപ്പൽ അതിനൊന്ന് നോക്കി. അപ്പൊ പുള്ളിയുടെ എന്ത് ചെയ്തു, പുള്ളിയുടെ ഒരു ഗുഡ് ബുക്ക് ഉണ്ട്. ആ ഗുഡ് ബുക്കിലേക്ക് പുള്ളി എന്ത് ചെയ്തു, എന്റെ പേര് കൂടി ചേർത്തു. അപ്പൊ അതിനൊരു ഗുണമുണ്ടായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നീട് ഈ കോളേജിൽ നിന്ന് ഏറ്റവും നല്ല 2 സ്റ്റുഡൻസിനെ അയക്കൂ എന്ന് പറയുന്ന എല്ലാ പരിപാടിക്കും ഒരാൾ ഞാനായിരിക്കും. അത് ഞാൻ നല്ല സ്റ്റുഡന്റ് ആയതുകൊണ്ടല്ല, പ്രിൻസിപ്പളിന്റെ 10,000 കുട്ടികൾ പഠിക്കുന്ന സ്ഥലത്ത് പ്രിൻസിപ്പളിന്റെ ഗുഡ് ബുക്കിൽ ഞാനുള്ളത് കൊണ്ട് വൺ ഈസ് ആ ജോബ്, ബാക്കി ആരെങ്കിലും സെലക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാൻ പോയിട്ടുള്ള ഒരു സംഗതിയിൽ 2-3 ക്ലാസ് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹൗ ടു ഫേസ് ഇന്റർവ്യൂ. എങ്ങനെയാണ് ഒരു ഇന്റർവ്യൂ ബോർഡിൽ നമ്മൾ ഫേസ് ചെയ്യേണ്ടത്, എന്തെല്ലാം മുൻകരുതലുകൾ നമ്മൾ എടുക്കേണ്ടത്, ഇങ്ങനെയുള്ള ഒരു 2-3 ക്ലാസ്സിൽ ഞാൻ അറ്റൻഡ് ചെയ്തു. അപ്പൊ അതിൻ്റെ അകത്ത് ബാങ്കിലൊക്കെ ഇന്റർവ്യൂ നടത്തുന്ന, സൈക്കോളജി ടെസ്റ്റ് നടത്തുന്ന അവരാണ് ആ ക്ലാസ് എടുത്തത്. അവർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അവിടെ. അത് ഞാൻ കേട്ട് എനിക്കത് വളരെയധികം ഉപകാരപ്രദമായിട്ടുണ്ട്. ഞാൻ പിന്നീട് പങ്കെടുത്തിട്ടുള്ള പല ഇന്റർവ്യൂകളിലും വിജയിക്കാനായിട്ട് അല്ലെങ്കിൽ നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് എനിക്കതുകൊണ്ട് കാരണമായിട്ടുണ്ട്. അതെന്തൊക്കെയാണ് കാരണങ്ങൾ എന്നുള്ളത് ഞാൻ നാളെ പറയാം, കാരണം അത് പറഞ്ഞ് അവസാനിപ്പിക്കില്ല. അപ്പോൾ അത് നിങ്ങൾ എപ്പോഴാണ് കുറച്ച് ടിപ്സ് ഉണ്ട് ഇതിനകത്ത്. ആ ടിപ്സ് നമ്മൾ അറിഞ്ഞിരിക്കുകയില്ല. അങ്ങനെ അറിഞ്ഞില്ലെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ അകത്ത് ഒരു ടിപ്പാണ് നിങ്ങളുടെ പേരിന്റെ മീനിങ് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഞാൻ അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നാളെയും ഞാൻ തന്നെ ആയിരിക്കും, ചിലപ്പോൾ മറ്റന്നാളും ഞാൻ തന്നെ ആയിരിക്കാൻ സാധ്യത. ഓക്കെ, അപ്പൊ നമുക്ക് ഈ വിഷയം ഞാൻ ഫിനിഷ് ചെയ്തിട്ടില്ല. ഞാൻ വിചാരിച്ചത് അരമണിക്കൂർ മുമ്പ് നമുക്ക് ലവ് മാരേജിനെ അറേഞ്ച്ഡ് മാരേജ് എന്നുള്ള കാര്യം പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് ഒന്ന് ചർച്ചയിലോട്ട് വരണമെന്നാണ് നമ്മൾ പറഞ്ഞ് വിചാരിച്ചത്. പക്ഷെ ഇപ്പൊ സമയം അതിക്രമിച്ചത് കൊണ്ട് ഞാൻ ആ വിഷയത്തിലോട്ട് വരാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ എഴുതി വെക്കണ്ട, ആ പോയിന്റ് മാത്രം എഴുതുക. ബാക്കി നമുക്ക് ഇവിടെ വന്നിട്ട് തകർത്താം. ഐ പ്രിഫർ ലവ് മാരേജ് ബിക്കോസ് ബിക്കോസ് പറഞ്ഞിട്ടുള്ള കാരണം, ഐ പ്രിഫർ ലവ് മാരേജ് ബിക്കോസ് ബിക്കോസ് പറഞ്ഞിട്ടുള്ള കാരണം. അത് എഴുതി പ്രിപ്പയർ ചെയ്യണ്ട, അതൊക്കെ വിട്ടേക്ക്, അതൊക്കെ പിള്ളേര് ചെയ്യണ്ടേ. നമ്മൾ ആ പോയിന്റ് മാത്രം പറയുന്നു, 1-2-3 പോയിന്റ്. ചിലപ്പോൾ ചില സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ നിങ്ങൾ അങ്ങനെ ആയിരിക്കും, ഇന്നതിനെ കുറിച്ച് 2 സെന്റൻസ്, മറ്റേനെ കുറിച്ച് 2 സെന്റൻസ്. ഓക്കെ, അല്ല അങ്ങനെ നമുക്ക് പലയിടത്തും മുഴുവൻ കാണാണ്ട് പിടിച്ചിട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ആ പോയിന്റുകൾ ഓർത്തിരിക്കുക. ആ പോയിന്റ് വെച്ചിട്ട് ചിലപ്പോൾ ഒന്ന് നമുക്ക് ഡെവലപ്പ് ചെയ്ത് പറയാം. അപ്പോൾ
നമ്മൾ കാണുന്നത് എന്താണ്? നാളെ കാണുന്നു. നാളെ കാണുമ്പോൾ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആർട്ടിക്കിളിലെ ഡെഫിനിറ്റ് ആർട്ടിക്കിളിലോട്ട് നമ്മൾ കടന്നിട്ടുള്ളൂ. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളോട് ബാലൻസ് എടുക്കുകയാണ്. അതിനെക്കുറിച്ച് പറയാം. പിന്നെ നിങ്ങളിത് ചോദിച്ചാൽ മതി. ഇന്റർവ്യൂവിന്റെ കേസ് അത് ഞാൻ പറയാം. എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിലുള്ളത് ഞാൻ പറയാം. അത് വളരെയധികം ഉപകാരപ്രദമായിട്ടുണ്ട് എനിക്ക്. നിങ്ങൾക്കും അത് എൻ്റെ മെത്തേഡ് പറഞ്ഞു തരാം. അപ്പൊ നിങ്ങൾക്കും അതിനുശേഷം നിങ്ങളുടെ കുട്ടികൾക്കോ വേറെ ആർക്കെങ്കിലോ അങ്ങനെയൊക്കെ വല്ല ഇന്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുമ്പോഴും ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ നമ്മളവര് എന്താ പറയാ, ഈ ആള് വേണോ വേണ്ടയോ എന്ന് അവർ തീരുമാനിക്കുന്നത് നേരിട്ട് കണ്ടുപിടിച്ചു. നിങ്ങൾ അതിന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആയിരിക്കണം ഇന്റർവ്യൂ ചെയ്യാൻ. നിങ്ങൾ നടക്കുന്ന സ്ഥാപനത്തിലേക്ക് നിങ്ങൾ മോശമായിട്ടൊരു ആളെടുക്കും. നിങ്ങളാണ് ഓണറെങ്കിൽ എടുക്കും. നിങ്ങൾ നോക്കുന്നതാണ് ഏറ്റവും നല്ലത്, എനിക്ക് പറ്റിയൊരാൾ എന്നല്ലേ. യെസ്, നമ്മുടെ ഓക്കെ, സമയം പോകും. അതിന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചധികം പറയേണ്ടി വരും. നിങ്ങൾ നാളെ വരുമ്പോൾ ചോദിച്ചാൽ മതി. ഒരു വലിയൊരു ജോലിയുടെ ഇന്റർവ്യൂവിന് വന്നപ്പോൾ ചോദിച്ച ഒരു ചോദ്യം ചോദിക്കും. വലിയൊരു പ്രൈവറ്റ് സ്ഥാപനമുണ്ട്, കോർപ്പറേറ്റ് സ്ഥാപനം. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇഷ്ടംപോലെ കുട്ടികൾ അവിടെയുണ്ട്. ചോദിച്ച ചോദ്യം ഇതാണ്. ആരോട് ചെയ്ത്? രാജലക്ഷ്മി രാജലക്ഷ്മി ഉണ്ടാണ്ടിരിക്കുന്ന കാര്യമാണ്. മിണ്ടോ അല്ലേ രാജലക്ഷ്മി? ചോദ്യം ഇതാണ്, 2 + 2 = what? എങ്ങനെ സാറേ? 2 + 2 = 4. യെസ്. അവിടെ അതായത് 1 ലക്ഷം രൂപ സാലറി കൊടുക്കാവുന്ന ഒരു ജോലിക്ക് വന്നു കഴിഞ്ഞപ്പോൾ ചോദിച്ച ഒറ്റ ചോദ്യമാണ് 2 + 2 = അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ലോജിക്കിലോട്ട് പോകണം. ഇത് MBA കഴിഞ്ഞ ഒരാളോടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്, 2 + 2. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അതിന്റെ ലോജിക്കിലേക്ക് പോകണം. യെസ്. അപ്പൊ രാജലക്ഷ്മി സത്യസന്ധ ആയതുകൊണ്ടും ഹൃദയശുദ്ധിയുള്ള ഒരു പെൺകുട്ടി ആയതുകൊണ്ടും നേരിട്ട് തീർക്കും. അപ്പൊ നമ്മൾ എന്ത് വേണം? യു ഫൈൻഡ് ഔട്ട് ദി ലോജിക്. നാളെ വരുമ്പോൾ ഓർമ്മിപ്പിച്ചാൽ മതി. എന്റെ ആൻസർ ചെയ്യാൻ നാളെ പറയാം. ഓക്കെ. അപ്പൊ ഇന്നത്തെ നിങ്ങളുടെ പ്രകടനം മെച്ചമായിരുന്നു. അപ്പോ എല്ലാവർക്കും എല്ലാവിധ ആശംസയും. മഴയൊക്കെയാണ്, സ്റ്റേ സേഫ്. ഇവിടെ നല്ല മഴയൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ സുരക്ഷിതരായിട്ടിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നാളത്തെ ക്ലാസ്സിൽ ഇതിന്റെ ബാലൻസ് ജിസ്നെ തന്നെ ഏൽപ്പിച്ചേക്കണം. ഓരോ കാര്യങ്ങൾ ഇന്ന് ഞാൻ പറഞ്ഞു പകുതിയാക്കി വെച്ചത് നാളെ ഓർമ്മിപ്പിച്ചാൽ മതി. നാളെ പറയാം. ഓക്കെ ഓക്കെ ഓക്കെ. Thank you, sir. Yes, sir. Thank you. Thank you, sir. Thank you, sir. Okay. Thank you, sir. Okay, welcome.